ഓക്കെ. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് എൻവിയോൺമെന്റൽ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളായിരുന്നു. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് തിയറീസ് ഓഫ് പോപ്പുലേഷൻ അല്ലെങ്കിൽ ഡെമോഗ്രഫിയുമായി ബന്ധപ്പെട്ട മറ്റ് കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ അതിൽ നമുക്ക് ആദ്യം തിയറി ഓഫ് പോപ്പുലേഷൻ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ പഠിക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്കറിയാം, നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു എൻവിയോൺമെന്റൽ പ്രോബ്ലംസ് അത് പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡെമോഗ്രഫിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് അല്ലെ. നമ്മളെ എൻവിയോൺമെന്റും ഡെമോഗ്രഫിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ എൻവിയോൺമെന്റൽ ഗുഡ്സുകൾ, അതായത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ലാൻഡ് ഒക്കെ പോലെയുള്ള കാര്യങ്ങൾ, അതിന്റെ സപ്ലൈ ലിമിറ്റഡ് ആണ്. അതേസമയം നമുക്ക് പറയാൻ പറ്റുന്ന അതിൽ കൊടുക്കുന്ന പോപ്പുലേഷൻ പ്രഷറുകൾ എന്താണ്, അത് ലിമിറ്റഡ് അല്ല. പോപ്പുലേഷന്റെ ഭാഗത്തുനിന്ന് പോപ്പുലേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് പ്രധാനമായിട്ടും കുറച്ച് തിയറീസ് ആണ് പഠിക്കാനുള്ളത്. ഒന്ന് മാൽത്തൂസിയൻ തിയറി, രണ്ട് ഒപ്റ്റിമം തിയറി ഓഫ് പോപ്പുലേഷൻ, മൂന്ന് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറി, മാക്സിയൻ വ്യൂ ആൻഡ് ബോസെബ്സ് തിയറി. അതിൽ ബോസെബ്സ് തിയറി അത്ര ഇമ്പോർട്ടന്റ് അല്ല. ബേസിക്കലി മാൽത്തൂസിയൻ തിയറി, ഒപ്റ്റിമം തിയറി ഓഫ് പോപ്പുലേഷൻ, അതുപോലെ തന്നെ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറിയും മാക്സിയൻ വ്യൂ ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ളത്. അതിലെ ഫസ്റ്റ് തിയറി മാൽത്തൂസിയൻ തിയറി ഓഫ് പോപ്പുലേഷൻ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറി ഓഫ് പോപ്പുലേഷൻ ആണ് മാൽത്തൂസിയൻ തിയറി ഓഫ് പോപ്പുലേഷൻ എന്നുള്ളത്. ഏറ്റവും മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ക്ലാസിക്കൽ തിയറിയാണ് മാൽത്തൂസിയൻ പോപ്പുലേഷൻ. തോമസ് റോബർട്ട് മാൽത്തസ് ആണ് മാൽത്തൂസിയൻ തിയറി ഓഫ് പോപ്പുലേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആള്. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ എസ്സേ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് പോപ്പുലേഷൻ, 1798 പബ്ലിഷ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് പോപ്പുലേഷൻ വഴിയാണ് എന്ത് ചെയ്യുന്നത്, എന്ന് പറയുന്ന എസ്സേ വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഇദ്ദേഹം ഈ ഒരു തിയറി ഓഫ് പോപ്പുലേഷനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഡേറ്റ് നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ, 1798. മാൽത്തസ് പറയുന്നത് എന്താന്ന് വെച്ചാല്, അതായത് നമുക്ക് ഒരു ഒരു സൊസൈറ്റിക്ക്, ഒരു ഇക്കോണമിയിലുള്ള ആളുകൾക്ക് നിലനിൽക്കാൻ ഒരു പ്രധാനമായിട്ടും വേണ്ടതാണ് മീൻസ് ഓഫ് സബ്സിസ്റ്റൻസ്, അതായത് ഫുഡ് പോലെയുള്ള കാര്യങ്ങൾ. ഫുഡാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അപ്പൊ മാൽത്തസിന്റെ അഭിപ്രായത്തില് പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അത് ജിയോമെട്രിക്കൽ പ്രോഗ്രഷൻ ആണ്. അതായത് ഡബിൾ ചെയ്തിട്ടാണ് പോകുന്നത്. പോപ്പുലേഷൻ ഗ്രോത്ത് 1000, 1000, 2000, 4000, 8000, 16,000, ഇങ്ങനെ ഡബിൾ ചെയ്താണ് പോപ്പുലേഷൻ ഗ്രോത്ത് പോകുന്നത്. ജിയോമെട്രിക്കൽ പ്രോഗ്രഷൻ ആണ്. പക്ഷേ ഫുഡ് സപ്ലൈയുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. അതായത് 1, 2, 3, 4, 5, ഇതാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷനും ജിയോമെട്രിക് പ്രോഗ്രഷനും. മാൽത്തസ് പറയുന്നത് പോപ്പുലേഷൻ അത് ജിയോമെട്രിക് പ്രോഗ്രഷനിലാണ് പോകുന്നത്, അതായത് ഡബിൾ ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അതുപോലെ ഫുഡ് പോലെയുള്ള മീൻസ് ഓഫ് സബ്സിസ്റ്റൻസ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും പോപ്പുലേഷൻ ഗ്രോത്തിന്റെയും ഇവഞ്ച്വലി ഈ പറയുന്ന ഫുഡ് ഗ്രോത്തിനെ മറികടക്കും. ഒരു പൊസിഷൻ എത്തുമ്പോൾ പോപ്പുലേഷൻ ഗ്രോത്ത് വളരെ സ്പീഡിൽ പോവുകയും ഫുഡിന്റെ ഗ്രോത്ത് വളരെ മെല്ലെയും ആയിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, പോപ്പുലേഷൻ ഗ്രോത്ത് ഫുഡ് ഗ്രോത്തിനെ മറികടക്കുകയും പോവേർട്ടി, ഹങ്കർ, ഡിസീസസ് പോലെയുള്ള സോഷ്യൽ ഡിസ്ട്രസ്സുകൾ, നമ്മുടെ സൊസൈറ്റിയിൽ സോഷ്യൽ ഡിസ്ട്രസ്സുകൾ ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മാൽത്തൂസിയൻ തിയറിയിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കുക, പോപ്പുലേഷൻ പോകുന്നത് ജിയോമെട്രിക് പ്രോഗ്രഷനിലാണ്, ഫുഡ് സപ്ലൈ പോകുന്നത് അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണ്. മാൽത്തസ് ബിലീവ് ചെയ്തു എന്ത്, ചെക്സ് ഉണ്ട്, പ്രിവെന്റീവ് ചെക്സും ഉണ്ട്, പോസിറ്റീവ് ചെക്സും ഉണ്ട്. ഈ ടെൻഡൻസി, ഈ പോപ്പുലേഷൻ മീൻസ് ഓഫ് സബ്സിസ്റ്റൻസിനേക്കാൾ കൂടാനുള്ള ഈ ടെൻഡൻസിയെ നമുക്ക് ചെക്സ് ഓൺ പോപ്പുലേഷൻ വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ രണ്ട് ടൈപ്പ് ഉണ്ട്, പ്രിവെന്റീവ് ചെക്സും ഉണ്ട്, പോസിറ്റീവ് ചെക്സും ഉണ്ട്. പ്രിവെന്റീവ് ചെക്സ് എന്ന് പറഞ്ഞാൽ ബർത്ത് റേറ്റ് കുറക്കുന്ന മോറൽ റിസ്ട്രെയിൻസ് പോലെയുള്ള, ഡിലേഡ് മാരേജ് പോലെയുള്ള, സെലിബസി പോലെയുള്ള അതർ ഫോം ഓഫ് റെഡ്യൂസ്ഡ് ഫെർട്ടിലിറ്റീസ് ആണ്. അതായത് നമ്മൾ തന്നെ മനസ്സിലാക്കുക, നമ്മുടെ സൊസൈറ്റിയിൽ പോപ്പുലേഷൻ വളരെ കൂടുതലാണ്, അത് നമ്മുടെ സൊസൈറ്റിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളായിട്ട് തന്നെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യുന്ന രൂപത്തിലേക്ക് മാറ്റുന്നതിനെയാണ് നമ്മൾ
പ്രിവെന്റീവ് ചെക്കുകൾ എന്ന് പറയാം. പോസിറ്റീവ് ചെക്കുകളാണെങ്കിൽ അതൊരു നമ്മുടെ സൈഡിൽ നിന്ന് ഉണ്ടാവുന്നതല്ല, മറിച്ച് നമ്മുടെ പ്രകൃതിയിൽ നിന്ന് വരുന്ന ഫാമിൻ പോലെയുള്ള ഡിസീസ്, വാറുകള്, എപ്പിഡമിക്സ് പോലെയുള്ള, മൈസറി പോലെയുള്ള നമ്മുടെ പ്രകൃതിയിൽ നിന്നും രൂപപ്പെടുന്നതാണ് പോസിറ്റീവ് ചെക്സ്. അപ്പൊ രണ്ട് ചെക്സ് ഉണ്ട്, പ്രിവെന്റീവ് ചെക്സ് ഉണ്ട്, പോസിറ്റീവ് ചെക്സ് ഉണ്ട്. പ്രിവെന്റീവ് ചെക്സ് എന്ന് പറഞ്ഞാല് ബർത്ത് റൈറ്റ് കുറക്കുന്ന, ബർത്ത് റൈറ്റ് കുറക്കുന്ന ഡിലേ മാരേജ് പോലെയുള്ള, സെലിബസി പോലെയുള്ള അതർ ഫോംസ് ഓഫ് ഫെർട്ടിലിറ്റി, റെഡ്യൂസ്ഡ് ഫെർട്ടിലിറ്റിയാണ് നമ്മൾ എന്ത് പറയാ, പ്രിവെന്റീവ് ചെക്സ് എന്ന് പറയാ. പോസിറ്റീവ് ചെക്സ് ആണെങ്കിലോ ഫാമിലി പോലെയുള്ള, ഡിസീസ് പോലെയുള്ള, വാർ പോലെയുള്ള, എപ്പിഡമിക്സ്, മൈസറി പോലെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ പോസിറ്റീവ് ചെക്സ് എന്ന് പറയാം. മാൽത്തൂസിന്റെ അഭിപ്രായത്തില് ആളുകൾ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ, പ്രിവെന്റീവ് ചെക്കിലൂടെ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ, പ്രിവെന്റീവ് ചെക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം എടുക്കുന്ന ഡിസിഷനിലൂടെ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ നേച്ചർ എന്ത് ചെയ്യും, പോസിറ്റീവ് ചെക്സ്, സഫറിങ്ങിലൂടെ, മോർട്ടാലിറ്റിയിലൂടെ ഒക്കെ പോസിറ്റീവ് ചെക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്നാണ് മാൽത്തസിന്റെ അഭിപ്രായം. ഓക്കെ, ഇനി അപ്പൊ നമ്മൾ പറഞ്ഞ രണ്ട് ചെക്സ് ഉണ്ടല്ലേ, പ്രിവെന്റീവ് ചെക്സും പോസിറ്റീവ് ചെക്സും. മാൽത്തൂസിയൻ തിയറി എൻവിയോൺമെന്റൽ എക്കണോമിക്സിൽ ഇമ്പോർട്ടന്റ് ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാല്, നമ്മൾ പറയുന്നു നാച്ചുറലിന് ഒരു കപ്പാസിറ്റി ഉണ്ട്. ഈ നാച്ചുറൽ കപ്പാസിറ്റിക്ക് അപ്പുറത്തേക്ക് പോപ്പുലേഷൻ പ്രഷർ കൂടുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവിടെ എന്തുണ്ടാവും, നമ്മൾ പറയുന്ന നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടാവും എന്നുള്ളതാണ്. അതായത് അൺചെക്ക്ഡ് പോപ്പുലേഷൻ ഗ്രോത്ത് മേ ലീഡ് ടു റിസോഴ്സ് സ്കേഴ്സിറ്റി, ലാൻഡ് ഡീഗ്രഡേഷൻ, ഫാളിംഗ് ഫുഡ് അവൈലബിലിറ്റി ആൻഡ് എക്കോളജിക്കൽ സ്ട്രെസ്. ഈ നമ്മൾ ഇന്ന് പറയുന്ന പല മോഡേൺ എൻവിയോൺമെന്റൽ കൺസേൺസും, വാട്ടർ സ്കേഴ്സിറ്റി പോലെയുള്ള, പ്രഷർ ഓൺ ഫോറസ്റ്റ് പോലെയുള്ള, ക്ലൈമറ്റ് വൾണറബിലിറ്റി പോലെയുള്ള, ലാൻഡിനെ നമ്മൾ ഓവറായിട്ട് യൂസ് ആക്കുന്നത് പോലെയുള്ള കേസുകളൊക്കെ മാൽത്തൂസിയൻ അല്ലെങ്കിൽ മാൽത്തൂസിയൻ തീം വെച്ചിട്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അതേസമയം ഈ തിയറിക്ക് എന്തുണ്ടായിട്ടുണ്ട്, ഒരുപാട് ക്രിറ്റിസിസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇത് ടെക്നോളജിക്കൽ പ്രോഗ്രസ്, അഗ്രികൾച്ചറിൽ ഉണ്ടാകുന്ന ടെക്നോളജിക്കൽ പ്രോഗ്രസ്, നമ്മൾ പറഞ്ഞു തിയറിയുടെ പ്രധാന ക്രക്സ് എന്താണ്, പോപ്പുലേഷൻ ഗ്രോത്ത് ജിയോമെട്രിക് പ്രോഗ്രഷൻ ആയിരിക്കും. 2, 4, 8, 16 ജിയോമെട്രിക് പ്രോഗ്രഷൻ ആയിരിക്കും. അതേസമയം നമ്മുടെ മീൻസ് ഓഫ് സബ്സ്റ്റൻസിന്റെ ഗ്രോത്ത്, ഫുഡ് സപ്ലൈയുടെ ഗ്രോത്ത് എന്തായിരിക്കും, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആയിരിക്കും. 1, 2, 3, 4 ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ടെക്നോളജിക്കൽ പ്രോഗ്രസ്, അഗ്രികൾച്ചർ, ട്രാൻസ്പോർട്ട്, ഇൻഡസ്ട്രി പോലെയുള്ള ടെക്നോളജിക്കൽ ഗ്രോത്തിന് എന്ത് ചെയ്തിട്ടില്ല, ഇത് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഗ്രീൻ റെവല്യൂഷൻ പ്രകാരം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഫുഡിന്റെ സപ്ലൈയും ഡബിൾ ആയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഏരിയയും നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻസ് ഈ ഒരു തിയറി എന്ത് ചെയ്തിട്ടില്ല, കൺസിഡർ ചെയ്തിട്ടില്ല. ഡെമോഗ്രാഫിക് ട്രാൻസിഷൻസ് എന്ന് പറഞ്ഞാൽ ഫെർട്ടിലിറ്റി റേറ്റുകളും മറ്റും എന്ത് ചെയ്യും, ഡിക്ലൈൻ ചെയ്യും. ഇക്കണോമിക് ഡെവലപ്മെന്റിന്റെ സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ജനന നിരക്ക് ഉണ്ടാവുക എപ്പോഴും അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിലായിരിക്കും. ഏറ്റവും കുറവ് ജനന നിരക്ക്, പോപ്പുലേഷൻ കൺട്രോളും മറ്റും നമുക്ക് കാണാൻ പറ്റുക ഒന്നും കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിലായിരിക്കും. അപ്പൊ ആ ഒരു വിഷയം ഉള്ളതുകൊണ്ട് അതൊന്നും എന്ത് ചെയ്തിട്ടില്ല, മാൽത്തൂസിയൻ പോപ്പുലേഷൻ തിയറി ബേസ് ചെയ്തിട്ടില്ല. സ്റ്റിൽ എന്നിരുന്നാൽ പോലും ലോങ് റൺ ടെൻഷൻ, പോപ്പുലേഷൻ ഗ്രോത്തും ലിമിറ്റഡ് റിസോഴ്സസും തമ്മിലുള്ള ഒരു ലോങ് റൺ റിലേഷനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ മാൽത്തൂസിയൻ തിയറി ഓഫ് പോപ്പുലേഷന് സാധിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ തിയറിയാണ് ഒപ്റ്റിമം തിയറി ഓഫ് പോപ്പുലേഷൻ. ബേസിക്കലി എഡ്വിൻ കാനൺ ആണ് ചെയ്തിട്ടുള്ളത് ഒപ്റ്റിമം തിയറി ഓഫ് പോപ്പുലേഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഒപ്റ്റിമം തിയറി ഓഫ് പോപ്പുലേഷൻ എഡ്വിൻ കാനൺ ആണ്. മാൽത്തൂസിനെ പോലെയല്ല, ബയോളജിക്കൽ ടെൻഡൻസി ഓഫ് പോപ്പുലേഷൻ ഗ്രോത്തിനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നോർമലി ഈ പറയുന്ന ഒപ്റ്റിമം തിയറി ഓഫ് പോപ്പുലേഷൻ കൺട്രോൾ ചെയ്തിട്ട്, ബന്ധപ്പെടുത്തിയിട്ടുള്ളത്. അതായത് സൈസ് ഓഫ് പോപ്പുലേഷൻ ഇക്കണോമിക്കലി, വാട്ട് സൈസ് ഓഫ് പോപ്പുലേഷൻ ഇക്കണോമിക്കലി ബെസ്റ്റ് ഫോർ എ കൺട്രി. ഒരു നമുക്ക് പോപ്പുലേഷൻ ഗ്രോത്ത് എന്തായാലും ഉണ്ട്, പക്ഷേ അതിൽ ഏത് ലെവലാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് ലെവൽ ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത് ആണ് ഒരു കൺട്രിക്ക് ഇക്കണോമിക്കൽ ആയിട്ടുള്ളത് എന്നുള്ളതാണ്
എന്നാണ് ഒപ്റ്റിമം തിയറി ഓഫ് പോപ്പുലേഷനിൽ എഡ്വിൻ കാനൺ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് സ്റ്റോക്ക് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, ആ ഒരു ഇക്കോണമിയിലുള്ള നാച്ചുറൽ റിസോഴ്സസിന്റെ സ്റ്റോക്കും ക്യാപിറ്റലും ടെക്നോളജിയും ഒക്കെ ബന്ധപ്പെടുത്തിയിട്ട്. ഇനി ഈ തിയറി പ്രകാരം അവിടെ ഒരു ഒപ്റ്റിമം പോപ്പുലേഷൻ ഉണ്ട്, ഒരു ലെവൽ ഓഫ് ഒപ്റ്റിമം പോപ്പുലേഷൻ ഉണ്ട്. പെർ ക്യാപിറ്റ ഇൻകം മാക്സിമൈസ്ഡ് ആവുന്ന ഒരു ഒപ്റ്റിമം ലെവൽ ഓഫ് പോപ്പുലേഷൻ ഉണ്ട്. അപ്പൊ ആക്ച്വൽ പോപ്പുലേഷൻ ഒപ്റ്റിമം ലെവൽ ഓഫ് പോപ്പുലേഷനേക്കാൾ കുറവാണെങ്കിൽ, ഒപ്റ്റിമം പോപ്പുലേഷനേക്കാൾ കുറവാണെങ്കിൽ കൺട്രി എന്ത് ചെയ്യും? അണ്ടർ പോപ്പുലേറ്റഡ് ആണ്. ഇനി അതല്ല, ആക്ച്വൽ പോപ്പുലേഷൻ ഒപ്റ്റിമൽ പോപ്പുലേഷനേക്കാൾ കൂടുതലാണെങ്കിൽ ആ കൺട്രി എന്താണ്? ആ കൺട്രി ഓവർ പോപ്പുലേറ്റഡ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ഒരു തിയറി ഉണ്ട്, ഒരു എന്താ പറയാ, ഒരു ഇക്വേഷൻ ഉണ്ട് ഒപ്റ്റിമം പോപ്പുലേഷൻ തിയറിക്ക്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. എം ഈസ് ഈക്വൽ ടു എ മൈനസ് ഒ ഡിവൈഡഡ് ബൈ ഒ. എം എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജസ്റ്റ്മെന്റ് ഓർ ഡീവിയേഷൻ ഫ്രം ഒപ്റ്റിമം പോപ്പുലേഷൻ ആണെന്ത്? എം എന്നുള്ളത്. ഡീവിയേഷൻ ഓഫ് ഒപ്റ്റിമം പോപ്പുലേഷൻ ആണെന്ത്? എം എന്നുള്ളത്. ഇതട്ടോ ഡീവിയേഷൻ ഓഫ് ഒപ്റ്റിമൽ പോപ്പുലേഷൻ. എ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ പോപ്പുലേഷൻ ആണ്, ഒ എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമം പോപ്പുലേഷൻ ആണ്. അപ്പൊ ഡീവിയേഷൻ ഫ്രം ഒപ്റ്റിമൽ പോപ്പുലേഷൻ ഈസ് ഈക്വൽ ടു ആക്ച്വൽ പോപ്പുലേഷൻ മൈനസ് ഒപ്റ്റിമൽ പോപ്പുലേഷൻ ഡിവൈഡഡ് ബൈ ഒപ്റ്റിമൽ പോപ്പുലേഷൻ. അപ്പൊ ആക്ച്വൽ പോപ്പുലേഷൻ നമ്മൾ പറഞ്ഞു, ഒപ്റ്റിമൽ പോപ്പുലേഷൻ ആക്ച്വൽ പോപ്പുലേഷൻ ഉണ്ട്. ഒപ്റ്റിമൽ പോപ്പുലേഷനേക്കാൾ ആക്ച്വൽ പോപ്പുലേഷൻ കുറവാണെങ്കിൽ അത് അണ്ടർ പോപ്പുലേറ്റഡ് ആണ്, അത് കൂടുതലാണെങ്കിൽ അത് ഓവർ പോപ്പുലേറ്റഡ് ആണ്. അതായത് ഇതിന്റെ ഐഡിയ എന്ന് പറഞ്ഞാല് കുറച്ച് പോപ്പുലേഷൻ, അണ്ടർ പോപ്പുലേഷനും ബുദ്ധിമുട്ടാണ്, ഓവർ പോപ്പുലേഷൻ എന്താണ്? ഒരു ഇക്കോണമിക്ക് ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് ഇത് പറയുന്നത്. പോപ്പുലേഷൻ അവിടെ ഒരുപാട് റിസോഴ്സസുകൾ ഉണ്ട്. പോപ്പുലേഷൻ വളരെ കുറവാണെങ്കിൽ ആ കൺട്രി എന്ത് ചെയ്യൂല? അതിന്റെ ലാൻഡും മിനറൽസും റിസോഴ്സസ് ഒന്നും ഫുള്ളി യൂട്ടിലൈസ് ചെയ്യലുണ്ടാവില്ല. ഡിവിഷൻ ഓഫ് ലേബർ കുറവായിരിക്കും, സ്പെഷ്യലൈസേഷൻ കുറവായിരിക്കും, മാർക്കറ്റ് സൈസ് കുറവായിരിക്കും, അങ്ങനെ കുറെ കേസുകളുണ്ട്. ഇനി അതല്ല, പോപ്പുലേഷൻ കൂടുതലാണെങ്കിലോ ആ സമയത്ത് പ്രൊഡക്ടിവിറ്റിയും പെർ ക്യാപിറ്റ ഇൻകമിനൊക്കെ അത് ബാധിക്കും എന്നുള്ളതാണ്. ഇനി അതിന്റെ മറ്റൊരു സൈഡിൽ എടുക്കുകയാണെങ്കിൽ പോപ്പുലേഷൻ വളരെ കൂടുതലാണെങ്കിൽ അവിടെ എന്തുണ്ടാവും? ഡിമിനിഷിങ് റിട്ടേൺസ് വർക്ക് ചെയ്യും. റിസോഴ്സസും ക്യാപിറ്റലിനേക്കാളും കൂടുതൽ പോപ്പുലേഷൻ ഉണ്ടാവും, ഡിമിനിഷിങ് റിട്ടേൺസ് ടു വർക്ക് ചെയ്യും. കൺജഷൻസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അതുപോലെ ലാൻഡ്, നമ്മുടെ കേരളത്തിന്റെ ഒക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ലാൻഡ് വളരെ കുറവാണെന്നുള്ളതാണ് അല്ലെ. അപ്പൊ ലാൻഡ് കുറവാകുമ്പോൾ ലാൻഡിന്റെ പ്രശ്നം ഉണ്ടാവും. അപ്പൊ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ അത് ഒപ്റ്റിമം ലെവൽ ഓഫ് പോപ്പുലേഷനിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഒരു ഇക്കോണമിയിൽ ഉണ്ടാവേണ്ടത്. വളരെ കൂടുതലും ആവാൻ പാടില്ല, വളരെ കുറവും ആവാൻ പാടില്ല. അപ്പൊ ഇതാണ് എന്ത്? ഒപ്റ്റിമം പോപ്പുലേഷൻ തിയറി. ഒപ്റ്റിമം തിയറി ഓഫ് പോപ്പുലേഷൻ, പോപ്പുലേഷനും ഇക്കണോമിക് വെൽഫെയറും ഡയറക്ട്ലി എന്താ പറയാ, ഇക്കണോമിക് വെൽഫെയർ, ഒരു ഭാഗത്ത് ഇക്കണോമിക് വെൽഫെയർ ഉണ്ട്, ഒരു ഭാഗത്ത് പോപ്പുലേഷൻ ഉണ്ട്. അപ്പൊ ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും ബന്ധമുള്ളത് എന്നാണ് ഒപ്റ്റിമൽ പോപ്പുലേഷൻ തിയറി പറയുന്നത്. പക്ഷെ എഡ്വിൻ കാനന്റെ, പക്ഷെ അതേസമയം നമ്മുടെ മാൽത്തസ് പറഞ്ഞത് എന്താണ്? ഫുഡ് സപ്ലൈയുമായി ബന്ധപ്പെട്ടാണ് പോപ്പുലേഷൻ ഉള്ളത് എന്നാണ് മാൽത്തസിന്റെ തിയറി. ഫുഡ് സപ്ലൈയുമായി ബന്ധപ്പെട്ടാണുള്ളത്. പക്ഷെ ഇവിടത്തെ കേസിലാണെങ്കിലോ പോപ്പുലേഷൻ കിടക്കുന്നത് അത് ഇക്കണോമിക് വെൽഫെയറുമായി ബന്ധപ്പെട്ടാണ്. അതുപോലെ തന്നെ ഇത് എൻവിയോൺമെന്റൽ റിലവൻസ് ഇതിനുണ്ട്. കാരണം പോപ്പുലേഷന്റെ ഒരു രാജ്യത്തുള്ള പോപ്പുലേഷന്റെ അവൈലബിലിറ്റി നാച്ചുറൽ റിസോഴ്സസുമായിട്ടും അതിന്റെ കപ്പാസിറ്റി, എൻവിയോൺമെന്റിന്റെ കപ്പാസിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുമാണ് നിൽക്കുന്നത് എന്നാണ്. പക്ഷെ തിയറിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, അത് നമ്മൾ വല്ലാതെ നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾ ഇത് മനസ്സിലാക്കിയാൽ മതി. ഈ ഇക്വേഷൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. എം ഈസ് ഈക്വൽ ടു എ മൈനസ് ഒ ഡിവൈഡഡ് ബൈ ഒ എന്നുള്ള ഇക്വേഷൻ നിങ്ങൾ മറക്കരുത്. എം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീവിയേഷൻ ഫ്രം ഒപ്റ്റിമൽ പോപ്പുലേഷൻ. അതുപോലെ തന്നെ എ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ പോപ്പുലേഷൻ, ഒ എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമൽ പോപ്പുലേഷൻ. ഇനിയുള്ള ഒരു തിയറിയാണ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറി. മോഡേൺ തിയറി ഓഫ് പോപ്പുലേഷൻ ഏതാണെന്ന് നിങ്ങളുടെ എക്സാമിൽ ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ആൻസർ ആണ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറി. ബേസിക്കലി ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പോപ്പുലേഷൻ ഗ്രോത്ത്
ഒരു കൺട്രി ഡെവലപ്ഡ് ആവുന്നതിനനുസരിച്ച് ആ കൺട്രിയുടെ പോപ്പുലേഷൻ ഗ്രോത്തിലും ചേഞ്ചസ് വരും എന്നുള്ളതാണ്. അതായത് ട്രഡീഷണൽ അഗ്രികറിയൻ ഇക്കോണമിയിൽ നിന്ന് മോഡേൺ ഇൻഡസ്ട്രിയൽ ഇക്കോണമിയിലേക്ക് ഒരു കൺട്രി ഡെവലപ്ഡ് ആവുന്ന സമയത്ത്, കൺട്രി ഡെവലപ്പിംഗ് സ്റ്റേജിലൂടെ പോകുന്ന സമയത്ത് പോകുന്നതാണ്. ഈ തിയറി പ്രകാരം ഒരു സൊസൈറ്റി എന്ത് ചെയ്യും, ഡിഫറെന്റ് സ്റ്റേജസിലൂടെ പോകും. ഡിഫറെന്റ് സ്റ്റേജസിലൂടെ. അപ്പൊ ആദ്യത്തെ സ്റ്റേജിൽ ബർത്ത് റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും, രണ്ടാമത്തെ സ്റ്റേജിൽ ബർത്ത് റേറ്റിലും ഡെത്ത് റേറ്റിലും വ്യത്യാസം ഉണ്ടാവും. ഇതാണ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജ്, ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറിയുടെ ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് കാണാൻ പറ്റുക ഡെത്ത് റേറ്റ് വളരെ കൂടുതലായിരിക്കും. ഡെത്ത് റേറ്റ്, ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും വളരെ കൂടുതലായിരിക്കും. സോ പോപ്പുലേഷൻ ഗ്രോത്ത് എന്തായിരിക്കും, വളരെ ലോ ആൻഡ് അൺസ്റ്റേബിൾ ആയിരിക്കും. ബർത്ത് റേറ്റ് കൂടുതലാണ്, കുറെ ആളുകൾ ജനിക്കുന്നുണ്ട്, പക്ഷെ ഡെത്ത് റേറ്റ് എന്താണ്, അതിന് സമാനമായിട്ട് തന്നെ വളരെ കൂടുതലാണ്, കുറെ ആളുകൾ മരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഫസ്റ്റ് സ്റ്റേജസ് ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ ബേസിക്കലി പ്രീ മോഡേൺ സൊസൈറ്റി, പുവർ സാനിറ്റൈസേഷന്, ഒരുപാട് ഡിസീസസുകൾ, ഫാമിനുകൾ, മെഡിക്കൽ നോളജുകൾ കുറവായിട്ടുള്ള ഒരു സൊസൈറ്റിയിലാണ് ഫസ്റ്റ് സ്റ്റേജസ് നമുക്ക് കാണാൻ പറ്റുക. സെക്കൻഡ് സ്റ്റേജിൽ നമുക്ക് കാണാൻ പറ്റുക ഡെത്ത് റേറ്റ് എന്ത് ചെയ്യും, പതിയെ പതിയെ കുറയും. പബ്ലിക് ഹെൽത്ത് ഡെവലപ്ഡ് ആവും, ഫുഡ് സപ്ലൈ കൂടും, സാനിറ്റേഷൻ, മെഡിസിൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് ഡെത്ത് റേറ്റ് എന്ത് ചെയ്യും, പതിയെ പതിയെ കുറയും. ബർത്ത് റേറ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ട് എന്തായിരിക്കും, ബർത്ത് റേറ്റ് കൂടുതലും ഡെത്ത് റേറ്റ് കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ടും പോപ്പുലേഷൻ എന്ത് ചെയ്യും, വളരെ വേഗത്തിൽ വികസിക്കും. ഇനി ഈ സെക്കൻഡ് സ്റ്റേജിലാണ് ബേസിക്കലി പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഉണ്ടാവുക. അപ്പൊ അതും എക്സാമിന് ചോദിക്കട്ടോ. പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഉള്ള സ്റ്റേജ് ഏതാണ്, അത് സെക്കൻഡ് സ്റ്റേജ് ആണ്. പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഉള്ള സ്റ്റേജ് അത് സെക്കൻഡ് സ്റ്റേജ് ആണ്. ഇനി തേർഡ് സ്റ്റേജിലാണെങ്കിലോ ബർത്ത് റേറ്റ്സ് എന്ത് കുറയും. റിസൾട്ട് ഓഫ് അർബനൈസേഷൻ, ഫീമെയിൽ എഡ്യൂക്കേഷൻ, ഇൻകം കാരണം, റെഡ്യൂസ്ഡ് ഇൻഫന്റ് മോർട്ടാലിറ്റി കാരണം, ഫാമിലി നോംസ് കാരണം ഒക്കെ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ബർത്ത് റേറ്റും കുറയും. ഡെത്ത് റേറ്റ് ഓൾറെഡി കുറവാണ്, ബർത്ത് റേറ്റും കുറവാണ്. പോപ്പുലേഷൻ എന്ത് ചെയ്യും, കുറച്ച് കുറച്ച് കൂടും, പക്ഷെ സ്ലോവർ റേറ്റിലായിരിക്കും. ഇനി ഫോർത്ത് സ്റ്റേജിൽ എത്തുന്ന സമയത്ത് ബർത്ത് റേറ്റും വളരെ കുറവായിരിക്കും, ഡെത്ത് റേറ്റും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് എന്ത് ചെയ്യും, വളരെ ലോ ആയിട്ട് മാറും എന്നുള്ളതാണ്. ഫിഫ്ത്ത് സ്റ്റേജും കൂടി ഉണ്ട് ചില തിയറിക്ക്. അത് ഫിഫ്ത്ത് സ്റ്റേജിൽ എത്തുന്ന സമയത്ത് ഡെത്ത് റേറ്റുകളെക്കാൾ കുറച്ച് ബർത്ത് റേറ്റ് ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ. ഏജിങ്ങിലേക്ക് നമ്മുടെ സൊസൈറ്റി അപ്പം നീങ്ങും, ഏജിങ്ങിലേക്ക്. ഡെത്ത് റേറ്റിനേക്കാൾ ബർത്ത് റേറ്റ് കുറയുന്ന ഒരു സിറ്റുവേഷൻ, അത് ഏജിങ്ങിലേക്ക് എന്ത് ചെയ്യും, നമ്മുടെ സൊസൈറ്റി പോകും എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് 4 സ്റ്റേജുകൾ. ഇതിൽ 5 സ്റ്റേജുകൾ നമുക്ക് നോർമലി നമ്മൾ പറയാം 4 സ്റ്റേജുകളാണ്. ഫോർത്ത് സ്റ്റേജ് വരെ നിങ്ങൾ പഠിച്ചാൽ മതി. ചില വളരെ റയർ ആയിട്ടുള്ള തിയറീസിൽ മാത്രമേ നമ്മൾ ഫിഫ്ത്ത് സ്റ്റേജ് കാണാറുള്ളൂ. ഇനി നിങ്ങൾ മനസ്സിലാക്കുക, ഇതിൽ പ്രധാനമായിട്ടുള്ളത് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. അത് ഏത് സ്റ്റേജ് ആണ്, പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഏത് സ്റ്റേജ് ആണ്, സ്റ്റേജ് 2 ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറയാറുള്ളത്. ഇനി ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറി വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അത് എന്ത് കാണിക്കുന്നുണ്ട്, എൻവിയോൺമെന്റൽ ചേഞ്ചസും ഡെമോഗ്രാഫിക് ട്രാൻസിഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്നുണ്ട്. സെക്കൻഡ് സ്റ്റേജ് എടുത്ത് നോക്കൂ, പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. റാപ്പിഡ് പോപ്പുലേഷൻ ഗ്രോത്ത് എന്ത് ചെയ്യും, ലാൻഡിലും വാട്ടറിലും ഹൗസിങ്ങിലും ഫോറസ്റ്റിലും അർബൻ സർവീസസിലും ഒക്കെ ഒരുപാട് തരത്തിലുള്ള പ്രഷർ ഉണ്ടാക്കും. പക്ഷെ ലേറ്റർ സ്റ്റേജുകളിൽ ഫെർട്ടിലിറ്റി കുറയുന്നു. നമ്മൾ എന്താ ഫെർട്ടിലിറ്റി എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കട്ടോ. ലേറ്റർ സ്റ്റേജുകളിൽ ഫെർട്ടിലിറ്റി കുറയുന്നത് കാരണം ഈ സം റിസോഴ്സസിലുള്ള പ്രഷറുകൾ കുറയും. റൈസിങ് ഇൻകവും കൺസംഷനും ഒക്കെ എന്ത് ചെയ്യും, ന്യൂ എൻവിയോൺമെന്റൽ പ്രോബ്ലംസ്, അതായത് ഹയർ എനർജി യൂസ്, ട്രാൻസ്പോർട്ട് എമിഷൻസ്, വേജ് ജനറേഷൻസ് പോലെയുള്ള കൺസംഷൻ ഒക്കെ കൂടുന്ന സമയത്ത് പുതിയ പ്രശ്നങ്ങളിലേക്ക് എന്ത് ചെയ്യും, നയിച്ചേക്കാം എന്നുള്ളതാണ്. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട പോപ്പുലേഷൻ തിയറിയാണ് മാക്സിയൻ വ്യൂ ഓൺ പോപ്പുലേഷൻ. നമ്മൾ മാക്സിയൻ ഡെവലപ്മെന്റ് തിയറീസ് പറഞ്ഞ സമയത്ത് ഇതിനെപ്പറ്റി ഒരു സൂചന തന്നിരുന്നു. മാൽത്തൂസിയൻ വ്യൂവിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് മാക്സിയൻ തിയറി വന്നിട്ടുള്ളത്. അതായത് മാൽത്തൂസ് എന്താ പറഞ്ഞത്, പോവേർട്ടി, പോപ്പുലേഷൻ ഗ്രോത്ത് നമ്മുടെ ഫുഡ് സപ്ലൈയേക്കാൾ കൂടുന്നതാണ് പോവർട്ടിക്ക് റീസൺ എന്നാണ് മാൽത്തൂസ് പറഞ്ഞത്. പക്ഷെ കാൾ മാക്സ് പറഞ്ഞത്
പോവേർട്ടി, അൺഎംപ്ലോയ്മെന്റ്, മൈസറി എന്നൊക്കെ പറയുന്നത് പ്രൈമറിലി റിസൾട്ട് ഓഫ് ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റമാണ്. ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിന്റെ റിസൾട്ട് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതൊക്കെ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ അണീക്വൽ ആയിട്ടുള്ള സോഷ്യൽ റിലേഷൻസ് കാരണമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അതായത് മാക്സിന്റെ അഭിപ്രായത്തില് മോഡ് ഓഫ് പ്രൊഡക്ഷൻ, നമ്മളൊരു മോഡ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടാവില്ലേ, അതായത് ക്യാപിറ്റലിസം ആവട്ടെ സോഷ്യലിസം ആവട്ടെ, അതൊക്കെ നമ്മൾ മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയാം. ആ ഓരോ മോഡ് ഓഫ് പ്രൊഡക്ഷനിലും അതിൻ്റെതായ പോപ്പുലേഷൻ ലോ ഉണ്ട് എന്നുള്ളതാണ്. ക്യാപിറ്റലിസത്തിന്റെ കേസിലാണെങ്കിൽ അക്യുമുലേഷൻ ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലേബർ സേവിങ് ടെക്നോളജി ഒരു റിസർവ് ആർമി ഓഫ് ലേബർ ഉണ്ടാക്കും. അതായത് നമ്മൾ പറഞ്ഞു എന്ത്, ക്യാപിറ്റലിസ്റ്റുകൾ എപ്പോഴും എന്തിനാ ട്രൈ ചെയ്യുക, കൂടുതൽ 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 പ്രോഫിറ്റ് ഉണ്ടാക്കാന്. കൂടുതൽ പ്രോഫിറ്റ് എപ്പോഴും ഉണ്ടാവുക, അവര് ക്യാപിറ്റലിസ്റ്റുകളെ യൂസ് ചെയ്യുന്ന സമയത്താണ്, അല്ലെ, അവര് മെഷീനറീസ് യൂസ് ചെയ്യുന്ന സമയത്താണ്. അപ്പൊ മെഷീനറീസ് വരുന്നതിന്റെ ഭാഗമായിട്ട് ജോലി നഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അങ്ങനെ ജോലി ഇല്ലാത്ത ആളുകളെയാണ് കാൾ മാക്സ് റിസർവ് ആർമി ഓഫ് ലേബർ എന്ന് പറഞ്ഞത്. ദ പൂൾ ഓഫ് എംപ്ലോയിഡ് ഓർ അൺഎംപ്ലോയിഡ് വർക്കേഴ്സ് എന്നുള്ളത്. ഈ റിസർവ് ആർമി അത് ഓവർ പോപ്പുലേഷൻ കാരണം ഉണ്ടാവുന്നതല്ല, മറിച്ച് ക്യാപിറ്റൽ അക്യുമുലേഷനും എക്സ്പ്ലോയിറ്റേഷനും കാരണം ഉണ്ടാകുന്നതാണ്. റിസർവ് ആർമി ഒരിക്കലും എന്ത് കാരണമല്ല, നാച്ചുറൽ ആയിട്ട് ഓവർ പോപ്പുലേഷൻ ഉണ്ടായത് കൊണ്ട് ഉണ്ടാവുന്നതല്ല, മറിച്ച് ക്യാപിറ്റൽ അക്യുമുലേഷനും എക്സ്പ്ലോയിറ്റേഷനും ഉണ്ടാവുന്നത് കൊണ്ട് ഉണ്ടാവുന്നതാണ്. അപ്പൊ മാക്സിയൻ പേഴ്സ്പെക്റ്റീവില് ഒരുപാട് പീപ്പിൾ ഉണ്ട് എന്നുള്ളതല്ല പ്രശ്നം. ഒരുപാട് പീപ്പിൾ ഉണ്ട് എന്നുള്ളതല്ല പ്രശ്നം. റിസോഴ്സസ് പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി, റിസോഴ്സസും പ്രൊഡക്റ്റീവ് കപ്പാസിറ്റിയും അൺഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് എന്നുള്ളതാണ് പ്രശ്നം. അതായത് ചില ആളുകൾക്ക് ഒരുപാട് എന്താ പറയാ, ഒരുപാട് റിസോഴ്സസുകൾ ഉണ്ടാവും, ചില ആളുകൾക്ക് റിസോഴ്സസുകൾ വളരെ കുറവായിരിക്കും. ഇതിനെയാണ് നമ്മൾ അണീക്വൽ ആയിട്ടുള്ള റിസോഴ്സസുകൾ എന്ന് പറയാം. അപ്പൊ മാക്സ് എന്ത് ചെയ്തിട്ടുണ്ട്, മാൽത്തസിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. പോപ്പുലേഷൻ പ്രഷർ ഒരു നാച്ചുറൽ ലോ അല്ല, ക്ലാസ് റിലേഷനും അൺഎംപ്ലോയ്മെന്റും ഇനീക്വാളിറ്റിയും ഒന്നും കൺസിഡർ ചെയ്യാതെ ഒരു നാച്ചുറൽ ഫിനോമിന മാത്രമായിട്ടാണ് മാൽത്തസ് പോപ്പുലേഷൻ ഗ്രോത്തിനെ കണ്ടത്. പക്ഷെ അങ്ങനെയല്ല, അതിൽ മറ്റു തരത്തിലുള്ള ഒരുപാട് ക്ലാസ് സ്ട്രഗിൾസും ഇനീക്വാളിറ്റിയും അൺഎംപ്ലോയ്മെന്റിന്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് മാക്സിയൻ തിയറി പറയുന്നത്. ഇനി ബോസേർബ്സ് തിയറി ഉണ്ട്. ഈസ്റ്റർ ബോസേർബ്സ് ആണ് മാൽത്തൂസിയൻ തിയറി ഓഫ് പോപ്പുലേഷനെ ഒരു ഒരു പ്രധാനപ്പെട്ട ആൾട്ടർനേറ്റീവ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആള്. മാൽത്തൂസിയൻ പോപ്പുലേഷനെ നമ്മൾ പ്രധാനമായിട്ടും കണ്ടത് പോപ്പുലേഷൻ ഒരു ത്രെറ്റ് ടു സബ്സിസ്റ്റൻസ് ആണ്, നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള. നമ്മൾ പറഞ്ഞു ജിയോമെട്രിക്കൽ ആയിട്ടാണ് പോപ്പുലേഷൻ ഗ്രോ ചെയ്യുന്നത്, ജിയോമെട്രിക്കൽ ആയിട്ടാണ് പോപ്പുലേഷൻ ഗ്രോ ചെയ്യുന്നത്. അരിത്തമെറ്റിക്കൽ ആയിട്ടാണ് ഫുഡ് സപ്ലൈ ഗ്രോ ചെയ്യുന്നത്, ഫുഡ് സപ്ലൈ അരിത്തമെറ്റിക്കൽ ആയിട്ടാണ് ഗ്രോ ചെയ്യുന്നത്. പോപ്പുലേഷൻ ജിയോമെട്രിക്കൽ ആണ്, ഫുഡ് സപ്ലൈ അരിത്തമെറ്റിക്കൽ ആണ്. അപ്പോ ഈസ്റ്റർ ബോസേർബ്സ് പറഞ്ഞത് പോപ്പുലേഷൻ പ്രഷർ ടെക്നോളജിക്കൽ ഇന്നോവേഷന് കാരണമാവും, അതുപോലെ തന്നെ അഗ്രികൾച്ചറിലും പുരോഗതി കൊണ്ടുവരും. അതായത് പോപ്പുലേഷൻ കൂടുന്ന സമയത്ത് ലാൻഡുകൾ സ്കെയർ ആവും, ലാൻഡുകൾ വളരെ സ്കെയർ ആവും. നമ്മുടെ കേരളത്തിലൊക്കെ പ്രധാന പ്രശ്നം അതല്ലേ, നമുക്ക് പോപ്പുലേഷൻ കൂടുതലാണ്, ലാൻഡ് സ്കെയർ ആണ്. സോ സൊസൈറ്റി എന്ത് ചെയ്യും, ഡെവലപ്പിംഗ് മോർ ഇന്റൻസീവ് മെത്തേഡ് ഓഫ് കൾട്ടിവേഷൻ. സൊസൈറ്റി എന്ത് ചെയ്യും, ഒന്നും കൂടി വളരെ ഇന്റൻസീവ് ആയിട്ടുള്ള കൾട്ടിവേഷന് വേണ്ടിയിട്ടുള്ള ടെക്നിക്കുകൾ എന്ത് ചെയ്യും, ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഈ നെസസിറ്റി എന്ത് ചെയ്യും, മദർ ഓഫ് ഇൻവെൻഷൻ ആവും. അതായത് പോപ്പുലേഷൻ ഗ്രോത്ത് ഫാമിന് കാരണമാവുന്നതിന് പകരം അതെന്ത് ചെയ്യും, ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ടെക്നോളജിക്കൽ ചേഞ്ചസിലേക്ക്, പ്രൊഡക്റ്റീവ് കപ്പാസിറ്റിയെ ഇൻക്രീസ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ടെക്നോളജിക്കൽ ചേഞ്ചസിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ബോസേർബ്സിന്റെ തിയറി പ്രകാരം പോകുന്നത്. ബോസേർബ്സിന്റെ തിയറി വളരെ ഇമ്പോർട്ടന്റ് ആണ്, ബിക്കോസ് മോർ ഒപ്റ്റിമിസ്റ്റിക് ആൻഡ് ഡൈനാമിക് വ്യൂസ് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പോപ്പുലേഷൻ ആൻഡ് റിസോഴ്സസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബോസേർബ്സിന്റെ തിയറിയാണ്. അതായത് ഹ്യൂമൻ സൊസൈറ്റീസ് എത്ര ഡെമോഗ്രാഫിക്കലി എത്ര പോപ്പുലേഷൻ കൂടുതലാണെങ്കിലും എത്ര കൂടിയാലും അതിനെയൊക്കെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്
ഉണ്ട് നമ്മുടെ ഹ്യൂമൻ സൊസൈറ്റിക്ക് എന്നാണ് ബോസെപ്സ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞ കുറച്ച് വിഷയങ്ങളാണ്. ഒന്ന് ഫെർട്ടിലിറ്റി, എന്താണ് ഫെർട്ടിലിറ്റി എന്നുള്ളത്. ഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാല് ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാല് ആക്ച്വൽ റീപ്രൊഡക്റ്റീവ് പെർഫോമൻസ് ഓഫ് എ പോപ്പുലേഷൻ. ആക്ച്വൽ റീപ്രൊഡക്റ്റീവ് പെർഫോമൻസ് ഓഫ് എ പോപ്പുലേഷൻ. അതായത് ഇത് ഒരു വിമൻസുമായി ബന്ധപ്പെട്ട്, സ്ത്രീകളുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു കോൺസെപ്റ്റ് ആണെന്ത് ഈ പറയുന്ന ഫെർട്ടിലിറ്റി എന്നുള്ളത്. ഓക്കെ, അതായത് നമ്പർ ഓഫ് ലൈവ് ബർത്ത് occurring to women in the population as a whole during a given period. ഒരു ഗിവൺ പീരീഡില് ആ ഒരു സൊസൈറ്റിയിലുള്ള സ്ത്രീകൾക്ക് മൊത്തമായിട്ട് ഉണ്ടാവുന്ന കുട്ടികളുടെ എണ്ണത്തെയാണ്, ലൈവ് ബർത്തിനെയാണ് നമ്മൾ ഫെർട്ടിലിറ്റി എന്ന് പറയാം. ഓക്കെ, ഇത് നമ്മൾ ഇതൊരു ബയോളജിക്കൽ കോൺസെപ്റ്റ് അല്ല, ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺസെപ്റ്റ് ആണ്. ഇതൊരു ബയോളജിക്കൽ കോൺസെപ്റ്റ് അല്ല, ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ, ഒരു ഡെമോഗ്രാഫിക്കൽ കോൺസെപ്റ്റ് ആണ്. ഇത് ഒരു സ്ത്രീയുടെ ബയോളജിക്കൽ കപ്പാസിറ്റിയെ അല്ല കാണിക്കുന്നത്, മറിച്ച് ടോട്ടലായിട്ട് ഉണ്ടാവുന്ന പോപ്പുലേഷൻ, ടോട്ടലായിട്ട് ഒരു സൊസൈറ്റിയിലുള്ള ലൈവ് ബർത്ത് ഒക്യൂറിംഗ് ടു വിമൻസിന് ഉണ്ടാവുന്ന ലൈവ് ബർത്തിന്റെ കൗണ്ട് ആണെന്ത് ഫെർട്ടിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫെർട്ടിലിറ്റി നമുക്ക് ഹൈ ഫെർട്ടിലിറ്റി ഇപ്പൊ ഫെർട്ടിലിറ്റി ഭയങ്കര കൂടുതലാണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു സൊസൈറ്റിയിലെ ഫെർട്ടിലിറ്റി ഭയങ്കര കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ആ സൊസൈറ്റിയിലുള്ള പോപ്പുലേഷൻ ഗ്രോത്തിന്റെ കാരണമാകും. ഇനി അതല്ല, ഫെർട്ടിലിറ്റി കുറയുകയാണെങ്കിൽ അത് പോപ്പുലേഷൻ എന്ത് ചെയ്യും? കുറക്കും എന്നുള്ളതാണ്. അപ്പൊ ഫെർട്ടിലിറ്റി കൂടുതലാണെങ്കിൽ ആ സൊസൈറ്റിയിലെ ആ പോപ്പുലേഷൻ ഗ്രോത്ത് കൂടുതലായിരിക്കും. ഫെർട്ടിലിറ്റിയുടെ പവർ കുറയുകയാണെങ്കിൽ ആ സൊസൈറ്റിയിലെ പോപ്പുലേഷന്റെ അളവ് എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പൊ ഒരു ഇക്കണോമിക് ഇംപ്രൂവ്മെന്റ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും പോപ്പുലേഷൻ എന്തായും? സ്റ്റേബിൾ ആവും. ഫെർട്ടിലിറ്റി സ്റ്റേബിൾ ആയിട്ട് പോപ്പുലേഷൻ എന്താവും? സ്റ്റേബിൾ ആയിട്ട് മാറും. അപ്പൊ ഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഇക്കണോമിക്സിലും സോഷ്യൽ സയൻസിലും ബയോളജിക്കൽ ഫാക്ടേഴ്സും ഒക്കെ ഒരുപാട് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് മാരേജിന്റെ ഏജ്, ഫീമെയിൽ എഡ്യൂക്കേഷൻ, ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ, ഇൻഫന്റ് മോർട്ടാലിറ്റി, അർബനൈസേഷൻ, റിലീജിയൻ, സോഷ്യൽ നോംസ്, ഫാമിലി സൈസ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഫെർട്ടിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അഗ്രേറിയൻ സൊസൈറ്റിയിൽ ഹൈ ഫെർട്ടിലിറ്റിക്കുള്ള സാധ്യതയുണ്ട്. അഗ്രേറിയൻ സൊസൈറ്റിയിൽ ഫെർട്ടിലിറ്റി കൂടുതലായിരിക്കും. കാരണം എന്താണ്? എത്രത്തോളം മക്കൾ ഉണ്ടാവുന്നോ അല്ലെങ്കിൽ എത്രത്തോളം കുട്ടികൾ ഉണ്ടാവുന്നോ അത്രത്തോളം ഒരു ഇക്കണോമിക് അസറ്റ് ആയിട്ടായിരിക്കും അഗ്രേറിയൻ സൊസൈറ്റിയിലുള്ള ആളുകൾ കാണുന്നുണ്ടാവുക. അഗ്രേറിയൻ സൊസൈറ്റിയിലുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട ജോലി എന്താണ്? അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ടതാണ്. സ്വാഭാവികമായിട്ടും ആ സൊസൈറ്റിയില് എത്രത്തോളം കുട്ടികൾ ഒരാൾക്കുണ്ടോ അത്രത്തോളം കുട്ടികളെ അയാൾക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും, ജോലി ചെയ്യിപ്പിക്കാൻ പറ്റും. അതെന്താവും? അതൊരു ഇക്കണോമിക്കൽ അസറ്റ് ആയിട്ട് ഇവർ കാണുന്നുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു നേരത്തെ, ഫെർട്ടിലിറ്റി ഒരു ബയോളജിക്കൽ ഫിനോമിനൻ അല്ല, അത് ഇക്കണോമിക് ഡെവലപ്മെന്റും സോഷ്യൽ സ്ട്രക്ചറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ ആണെന്ത്? CBR എന്നുള്ളത്, ക്രൂഡ് ബർത്ത് റേറ്റ്. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ എക്സാമിന്. ക്രൂഡ് ബർത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ലൈഫ് ബർത്ത് ഇൻ എ ഇയർ പെർ 1000 പേഴ്സൺ ഇൻ ദ മിഡ് ഇയർ പോപ്പുലേഷൻ. അതിന് നമ്മൾ ക്രൂഡ് ബർത്ത് റേറ്റ് ഇക്വേഷൻ നിങ്ങൾ ഓർത്തു വെക്കണം. നമ്പർ ഓഫ് ലൈവ് ബർത്ത് ഇൻ എ ഇയർ ഡിവൈഡഡ് ബൈ മിഡ് ഇയർ പോപ്പുലേഷൻ ഇൻറ്റു 1000. നമ്പർ ഓഫ് ലൈവ് ബർത്ത് ഇൻ എ ഇയർ ഡിവൈഡഡ് ബൈ മിഡ് ഇയർ പോപ്പുലേഷൻ ഇൻറ്റു 100. ഇത് ഇതുപോലെ തന്നെ ഓർത്തു വെക്കണം കേട്ടോ. കാരണം എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ക്രൂഡ് ബർത്ത് ഇയറിന്റെ എക്സാക്ട് ഇക്വേഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ക്രൂഡ് ബർത്ത് ഇയർ ഇതാണ് ഇക്വേഷൻ. ക്രൂഡ് ബർത്ത് ഇയർ നമുക്ക് ഒന്നും കൂടി, ക്രൂഡ് നമ്മൾ എന്തുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്? വാട്ട് ഈസ് ക്രൂഡ്? ഡിനോമിനേറ്ററിൽ എൻറ്റയർ പോപ്പുലേഷൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതായത് ആണും പെണ്ണും കുട്ടികളും എൽഡർലിയും, അതായത് ഈ ചൈൽഡ് ബിയറിങ്ങിന്റെ
റിസ്ക് ഇല്ലാത്ത ആളുകൾ പോലും ഇതിനെന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. മിഡ് ഇയർ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇതിൽ ആണ് വരും, പെണ്ണ് വരും. ഇതില് ഈ മിഡ് ഇയർ പോപ്പുലേഷനിൽ ആണ് വരും, പെണ്ണ് വരും, അതുപോലെ ചെറിയ കുട്ടികൾ വരും, വലിയ മുതിർന്ന ആളുകൾ എല്ലാവരും വരും. അതുകൊണ്ടാണ് നമ്മൾ ക്രൂഡ് എന്ന് പറയുന്നത്. ഇൻറ്റു 1000 ഇതുണ്ട് കേട്ടോ, ഇൻറ്റു 1000 നമ്മൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുക. ഇനി അടുത്തൊരു കോൺസെപ്റ്റ് ആണ് എന്ത്, ജനറൽ ഫെർട്ടിലിറ്റി റൈറ്റ്. അതായത് നമ്മൾ പറഞ്ഞു ക്രൂഡ് ബർത്ത് റേറ്റില് ആണും പെണ്ണും വലിയവരും ചെറിയവരും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഡീമെരിറ്റ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ജനറൽ ഫെർട്ടിലിറ്റി റൈറ്റ് എന്ന് പറയുന്ന GFR. അതായത് നമ്പർ ഓഫ് ലൈവ് ബർത്ത് ഇൻ എ ഇയർ, അതൊരുപോലെ തന്നെയാണ്, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വുമൺ ഏജ്ഡ് ബിറ്റ്വീൻ 15 ആൻഡ് 49. അതായത് ചൈൽഡ് ബിയറിംഗ് കപ്പാസിറ്റി ഉള്ള, കുട്ടികളെ പ്രൊഡ്യൂസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള, കുട്ടികൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ത്രീകളുടെ ഏജ് നമ്മൾ കൊടുക്കുന്നതാണെന്ത്, നമ്മൾ ഈ പറയുന്ന GFR, ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ് ഇൻറ്റു 1000 ഉണ്ടാവും. അപ്പൊ ക്രൂഡ് ബർത്ത് റേറ്റിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണെന്ത്, GFR, ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ്. ക്രൂഡ് ബർത്ത് റേറ്റിനേക്കാൾ ഇമ്പോർട്ടന്റും ആണ്, നല്ലതുമാണ് നമ്മുടെ സൊസൈറ്റിയിൽ എന്ത്, ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ്. ഓക്കെ. ഇനി ഫെർട്ടിലിറ്റി എന്ത് ചെയ്യും, ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ് ഉണ്ട്. ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ് അതായത് പെർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളുടെ ഫെർട്ടിലിറ്റി റേറ്റ് സെപ്പറേറ്റ് തരുന്നതാണ് എന്ത്, ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ്. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 15 to 19 വയസ്സുള്ള സ്ത്രീകളുടെ ഫെർട്ടിലിറ്റി റേറ്റ് നോക്കാം, 20 to 24 വയസ്സുള്ള സ്ത്രീകളുടെ ഫെർട്ടിലിറ്റി റേറ്റ്, 25 to 29 വയസ്സുള്ള സ്ത്രീകളുടെ ഫെർട്ടിലിറ്റി, ഇങ്ങനെ സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോർമലി നമുക്ക് ഈ ഒരു ഫെർട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ട കേസിൽ നമുക്ക് പഠിക്കാനുള്ളൂ. ബാക്കി PPT കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതുവരെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. കൊടുക്കാനുള്ള കാരണം നിങ്ങൾ PPT വായിക്കുന്ന സമയത്ത് ഒരു നോട്ട് പോലെ ഉപയോഗപ്പെടുത്താനാണ്. ഇനി രണ്ടാമത്തെ കോൺസെപ്റ്റ് ആണ് മോർബിഡിറ്റി എന്നുള്ളത്. അതായത് മോർബിഡിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു സ്റ്റേറ്റ് ഓഫ് ഇൽനെസ് ആണ്. സ്റ്റേറ്റ് ഓഫ് ഇൽനെസ് എന്ന് പറഞ്ഞാല്, സ്റ്റേറ്റ് ഓഫ് ഇൽനെസ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് അസുഖം വരുന്ന ഒരു സിറ്റുവേഷൻ ആണെന്ത്, മോർബിഡിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പുവർ ഹെൽത്ത്, പോപ്പുലേഷനിലുള്ള പുവർ ഹെൽത്ത്. അപ്പൊ മോർട്ടാലിറ്റി നോർമലി ഡെത്തുമായിട്ടും മോർബിഡിറ്റി സിക്നെസ്സുമായിട്ടുമാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. മോർട്ടാലിറ്റി ഡെത്തുമായിട്ട്, മോർബിഡിറ്റി സിക്നെസ്സുമായിട്ട്. അത് മാറിപ്പോയത് കേട്ടോ. മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ അത് ഡെത്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. മോർബിഡിറ്റി എന്ന് പറഞ്ഞാലോ അത് സിക്നെസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഡെമോഗ്രാഫിക് ഹെൽത്ത് സ്റ്റഡീസിൽ മോർബിഡിറ്റി ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഹെൽത്ത് സ്റ്റാറ്റസ് ഓഫ് എ പോപ്പുലേഷൻ, ലേബർ പ്രൊഡക്ടിവിറ്റിയെ കാണിക്കുന്ന ഹെൽത്ത് സ്റ്റാറ്റസ്, ക്വാളിറ്റി ഓഫ് ലൈഫ്, ഹെൽത്ത് എക്സ്പെൻഡിച്ചർ, ലൈഫ് എക്സ്പെക്ടൻസി, ഇക്കണോമിക് ഡെവലപ്മെന്റ്, ഇതൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നത് നമ്മൾ ഈ പറയുന്ന മോർബിഡിറ്റിയുമായിട്ടാണ്. അതുകൊണ്ട് തന്നെ മോർബിഡിറ്റി പോപ്പുലേഷൻ ക്വാളിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡയമെൻഷൻ ആണ് ഈ പറയുന്ന മോർബിഡിറ്റി. മോർബിഡിറ്റി നമുക്ക് ഒരുപാട് തരത്തിൽ പഠിക്കാൻ പറ്റും. നമുക്ക് ഇൻസിഡൻസും ഉണ്ട്, പ്രിവൈലൻസും ഉണ്ട്. ഇൻസിഡൻസ് എന്ന് പറഞ്ഞാല് നമ്പർ ഓഫ് ന്യൂ കേസസ് ആണ് എന്ത്, പ്രിവൈലന്റ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ. അതായത് പുതുതായിട്ട്, ഇപ്പൊ കൊറോണയുടെ ഒരു എക്സാമ്പിൾ എടുത്തു നോക്കൂ. കൊറോണയുടെ ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് വരുന്ന കൊറോണയാണെങ്കിൽ, പുതുതായിട്ട് വരുന്ന കൊറോണ പിടിപെട്ട ആളുകളുടെ എണ്ണത്തെയാണ് നമ്മൾ ഇൻസിഡൻസ് എന്ന് പറയാം. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ റിസ്ക് ഓഫ് കോൺട്രാക്ടിങ് എ ഡിസീസസ്. ഒരു അസുഖം പകരുന്നതുമായി ബന്ധപ്പെട്ടുള്ള റിസ്ക് ആണ് നമുക്ക് ഇൻസിഡൻസിൽ കാണാൻ പറ്റുക. പ്രിവൈലൻസ് എന്ന് പറഞ്ഞാലോ അത് ടോട്ടൽ നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് കേസ് ആണ്. ഇപ്പൊ കേരളത്തില് 1000 ആളുകൾക്ക് കൊറോണ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇത് പ്രിവൈലൻസ് ആണ്. പ്രിവൈലൻസ് ആണ്. പുതുതായിട്ട് 30 ആളുകൾക്ക് കൊറോണ വന്നു എന്ന് പറഞ്ഞാൽ ഇത് ഇൻസിഡൻസ് ആണ്.
പുതുതായിട്ട് 30 ആളുകൾക്ക് കൊറോണ വന്നു എന്ന് പറഞ്ഞാൽ അത് ഇൻസിഡൻസ് ആണ്. 1000 ആളുകൾക്ക് 1000 ആളുകൾക്ക് കൊറോണ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് പ്രിവൈലൻസ് ആണ്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് കേസുകളെയാണ് നമ്മൾ എന്ത് പറയാ, പ്രിവൈലൻസ് എന്ന് പറയാം. അപ്പൊ പ്രിവൈലൻസ് എന്ത് ചെയ്യും, ടോട്ടൽ ബേർഡൻ ഓഫ് എ ഡിസീസ് ഇൻ ദ പോപ്പുലേഷൻ, പോപ്പുലേഷനിലുള്ള ടോട്ടൽ ബേർഡൻ, ഡിസീസിന്റെ ടോട്ടൽ ബേർഡൻ എന്ത് ചെയ്യും, നമുക്ക് അളവായിട്ട് തരും. നമ്മൾ ഡയബറ്റിസിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ ഇൻസിഡൻസ് എന്ത് ചെയ്യും, ഹൗ മെനി ന്യൂ കേസസ് അറൈസസ് ഡ്യൂറിങ് എ ഇയർ, ഒരു ഇയറിൽ എത്രത്തോളം പുതിയ കേസസ് അറൈസ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറഞ്ഞുതരും. അപ്പൊ ഡയബറ്റിസുമായി ബന്ധപ്പെട്ട് എത്ര ആളുകൾ ജീവിക്കുന്നുണ്ട്, എത്ര ആളുകൾ താമസിക്കുന്നുണ്ട്, ഇതൊക്കെ എന്താണ്, ഈ ഇൻസിഡൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഇൻസിഡൻസ് റേറ്റും നമുക്ക് പ്രിവൈലൻസ് റേറ്റും ഉണ്ട്. ഇൻസിഡൻസ് റേറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് ന്യൂ കേസസ് ഡ്യൂറിങ് എ പീരീഡ് ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ അറ്റ് റിസ്ക് ഡ്യൂറിങ് ദാറ്റ് പീരീഡ് ഇൻറ്റു കെ ആണ്. കെ എന്ന് പറഞ്ഞാൽ എന്താണ്, 1000, 10000, 1,00,000. അതായത് ആ ഒരു ഡിസീസിന്റെ കോണ്ടെക്സ്റ്റുമായി ഡിപ്പെൻഡ് ചെയ്തിട്ട് 1000മോ 2000മോ അല്ലെങ്കിൽ 1000മോ 10000മോ 1,00,000മോ ഒക്കെ ആവുന്നതാണെന്ത് നമ്മൾ പറയുന്ന കെ. ഇനി പ്രിവൈലൻസ് റേറ്റ് ആണെങ്കിലോ അതും നമുക്ക് പറയാൻ പറ്റും നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് കേസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ. ടോട്ടൽ പോപ്പുലേഷനിൽ നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് കേസ് എത്രയാണ് നിലവിലുള്ള എക്സിസ്റ്റിംഗ് കേസ് എന്നുള്ളതാണ് നമുക്ക് അതിൽ കാണാൻ പറ്റുക, ഇൻറ്റു കെ. കെ എന്ന് പറഞ്ഞാൽ എന്താണ്, 1000, 10000, 1,00,000 എന്നുള്ളതാണ് നമ്മൾ പറയുന്ന കെയുടെ അളവ് വരുന്നത്. ഇനി മോർബിഡിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹോസ്പിറ്റലൈസേഷൻ റേറ്റ്. മോർബിഡിറ്റി നമ്മൾ എന്താ പറഞ്ഞു, മരണമല്ല മോർബിഡിറ്റി. മോർബിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അത് അസുഖം വരാനുള്ള സാധ്യതയാണ്. അപ്പൊ ഈ മോർബിഡിറ്റിയെ നമുക്ക് ഹോസ്പിറ്റലൈസേഷൻ റേറ്റ്, അതായത് ഒരു ഹോസ്പിറ്റലില് എത്ര പേര് വരുന്നുണ്ട്, എത്ര പേര് പുതുതായിട്ട് ഹോസ്പിറ്റലിൽ ആവുന്നുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മാൽ ന്യൂട്രീഷൻ റേറ്റ്, ഡാലീസ്, ക്വാളീസ്. ഡാലി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫുൾ ഫോം നിങ്ങൾ പഠിച്ചു വെക്കണം, ഡിസേബിലിറ്റി അഡ്ജസ്റ്റഡ് ലൈഫ് ഇയർ ആണ് ഡാലി. ക്വാളി എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി അഡ്ജസ്റ്റഡ് ലൈഫ് ഇയർ ആണ്. അത് ഹെൽത്ത് എക്കണോമിക്സിലുള്ള 2 കോൺസെപ്റ്റുകളാണ്. മോർബിഡിറ്റി ഡെവലപ്പിംഗ് കൺട്രീസിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഹെൽത്ത് ക്വാളിറ്റിയെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുക ഈ പറയുന്ന മോർബിഡിറ്റി വെച്ചിട്ടാണ്. ഇനി മൂന്നാമത്തെ ഒരു കോൺസെപ്റ്റ് ആണ് എന്ത്, മോർട്ടാലിറ്റി എന്നുള്ളത്. മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാല് ഡെത്തിന്റെ കണക്കാണ് മോർട്ടാലിറ്റി. മോർബിഡിറ്റി എന്ന് പറഞ്ഞാലോ അത് അസുഖത്തിന്റെ കണക്കാണ്. മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ അത് ഡെത്തിന്റെ കണക്കാണ്, മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ അത് ഡെത്തിന്റെ കണക്കാണ്. ഓക്കെ, അപ്പൊ മോർട്ടാലിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതൊരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ജിയോഗ്രഫിക്കൽ പ്രോസസ്സാണ്. ഫണ്ടമെന്റൽ ആയിട്ടുള്ള ജിയോഗ്രഫിക്കൽ പ്രോസസ്സാണ്. അതായത് പോപ്പുലേഷന്റെ സൈസിനെ, ഏജ് സ്ട്രക്ചറിനെ, ലൈഫ് എക്സ്പെക്ടൻസിയെ, ഓവറോൾ ഹെൽത്ത് സ്റ്റാറ്റസ് ഓഫ് സൊസൈറ്റിയെ ഒക്കെ ബന്ധപ്പെടുന്ന ഒരു ഒരു കൺസെപ്റ്റ് ആണ് ഡെത്ത് എന്നുള്ളത്. ഇനി ഡെത്ത് റേറ്റ് കുറയാണെങ്കിൽ അത് കാണിക്കുന്നത്, അല്ലെങ്കിൽ മോർട്ടാലിറ്റി റേറ്റ് കുറയാണെങ്കിൽ അത് കാണിക്കുന്നത് ആ ഒരു സൊസൈറ്റി പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എപ്പോഴാണ് ഡെത്ത് റേറ്റ് കുറയുക, നല്ല ഹോസ്പിറ്റൽ സംവിധാനങ്ങൾ വരുന്ന സമയത്ത് അല്ലെ, അല്ലെങ്കിൽ നല്ല ഭക്ഷണം, നല്ല ന്യൂട്രീഷൻ ഒക്കെ ആളുകൾക്ക് കിട്ടുന്ന സമയത്താണ് ഡെത്ത് റേറ്റ് കുറയുന്നുണ്ടാവുക. അപ്പൊ മോർട്ടാലിറ്റി റേറ്റ് കുറയുകയാണെങ്കിൽ അത് കാണിക്കുന്നത് ഡെമോഗ്രാഫിക് ട്രാൻസിഷന്റെ സ്റ്റേജിലാണ്. അതുപോലെ തന്നെ ആ ഒരു സൊസൈറ്റിയിൽ ഡെവലപ്മെന്റ് ഉണ്ട് എന്നുള്ളതും കൂടിയാണ്. ഇനി നമുക്ക് ഇതിൽ പറയാൻ പറ്റും, നമ്മൾ നേരത്തെ ക്രൂഡ് ബർത്ത് റേറ്റ് പറഞ്ഞതുപോലെ നമുക്കിവിടെ ക്രൂഡ് ഡെത്ത് റേറ്റും ഉണ്ട്. ക്രൂഡ് ബർത്ത് റേറ്റ് പറഞ്ഞതുപോലെ ക്രൂഡ് ഡെത്ത് റേറ്റും ഉണ്ട്. ക്രൂഡ് ഡെത്ത് റേറ്റിനെ നമ്മൾ നോർമലി മെഷർ ചെയ്യാറുള്ളത് നമ്പർ ഓഫ് ഡെത്ത് ഇൻ എ ഇയർ ഡിവൈഡഡ് ബൈ മിഡ് ഇയർ പോപ്പുലേഷൻ ഇൻറ്റു 1000 ആണ്. നമ്പർ ഓഫ് ഡെത്ത് ഇൻ എ ഇയർ ഡിവൈഡഡ് ബൈ മിഡ് ഇയർ പോപ്പുലേഷൻ ഇൻറ്റു 1000. അതായത്
നമ്മൾ പറഞ്ഞ ക്രൂഡ് ബർത്ത് റേറ്റ് പോലെ തന്നെ ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ, കമ്പ്യൂട്ട് ചെയ്യാൻ എളുപ്പമാണ്. ഒരു സൊസൈറ്റിയിലെ ഒരുപാട് പ്രായമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവിടുത്തെ ക്രൂഡ് ഡെത്ത് റേറ്റും എന്തായിരിക്കും, അതും കൂടുതലായിരിക്കും. കാരണം ഓൾഡർ ആയിട്ടുള്ള ആളുകൾ ഉള്ളത് കൊണ്ട്. അപ്പൊ ഈ പ്രോബ്ലത്തെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏജ് സ്പെസിഫിക് ഡെത്ത് റേറ്റ് ASDR കൊണ്ടുവരുന്നത്. അതായത് അതായത് ഏജ് സ്പെസിഫിക് ഡെത്ത് റേറ്റിൽ നമുക്ക് കാണാൻ പറ്റുക നമ്പർ ഓഫ് ഡെത്ത്സ്, ഒരു പർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പിലുള്ള നമ്പർ ഓഫ് ഡെത്ത്സ്. നമ്മൾ പറയാണ് 10 മുതൽ 20 വരെയുള്ള ഏജ് സ്പെസിഫിക് ചെയ്യാണ്, അല്ലെങ്കിൽ 30 മുതൽ 40 വരെ എന്ന ഏജ് സ്പെസിഫിക് ചെയ്യാണ്. ഇങ്ങനെ ഏജ് സ്പെസിഫിക് ചെയ്തിട്ടുള്ള ഈ ഒരു ചേഞ്ചിനെയാണ്, ഈ ഒരു ഡെത്ത് റേറ്റിനെയാണ് നമ്മൾ ഏജ് സ്പെസിഫിക് ഡെത്ത് റേറ്റ് എന്ന് പറയാം. അപ്പോ ഇനി ഇതിൽ വരുന്ന മറ്റൊരു റേറ്റ് ആണ് എന്ത്, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, IMR എന്ന് പറയും. ഇൻഫന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കുട്ടികളെയാണ് നമ്മൾ ഇൻഫന്റ് എന്ന് ഉപയോഗിക്കാറുള്ളത്. ഡെത്ത് ഓഫ് ഇൻഫൻസ് ബിലോ ഏജ് 1 ഇൻ എ ഇയർ, ഒരു 1 ഇയറിലേക്ക് താഴെയുള്ള ഇൻഫൻസിന്റെ ഡെത്ത് റേറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ലൈവ് ബേർത്ത് ഇൻ ദാറ്റ് ഇയർ. അതായത് ആ ഒരു സൊസൈറ്റി 1000, ആ ഒരു സൊസൈറ്റിയിലെ 1,00,000 കുട്ടികൾ ജനിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ 13 കുട്ടികൾ മരിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. ഡെത്ത് റേറ്റ് ഓഫ് ഇൻഫൻസ് ബിലോ 1 ഇയർ, 1 ഇയറിന്റെ താഴെയുള്ള ഇൻഫൻസിന്റെ ഡെത്ത് റേറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ലൈവ് ബേർത്ത് ഇൻ ദ ഇയർ, ആ ഒരു ഇയറിലുള്ള ലൈവ് ബേർത്തിന്റെ എണ്ണം. അപ്പൊ ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ് നമുക്ക് പറയാൻ പറ്റും അണ്ടർ 5 മോർട്ടാലിറ്റി റേറ്റും. നമുക്ക് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് 1 ഇയറിന് താഴെയുള്ള, 1 വയസ്സിന് താഴെയുള്ള കുട്ടികളുടേതാണ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റും അണ്ടർ 5 മോർട്ടാലിറ്റി റേറ്റും ഉണ്ട്. അപ്പൊ ഇത് രണ്ടും എന്താണ്, ഏജ് സ്പെസിഫിക് ആയിട്ട് വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ മറ്റൊരു റേറ്റ് ആണ് എന്ത്, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്. അതായത് പ്രഗ്നൻസി റിലേറ്റഡ്, പ്രഗ്നന്റ് ആയിരിക്കുന്ന സ്ത്രീകളിൽ സംഭവിക്കുന്ന മരണത്തെ സൂചിപ്പിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ MMR എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് കൂടുതലാണെങ്കിൽ അത് കാണിക്കുന്നത് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് കെയർ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി, അതൊക്കെ എന്താണ്, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് കെയർ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി ഒക്കെ എന്താണ്, അത് വളരെ വീക്കാണ് എന്നുള്ളതാണ് മെറ്റേണൽ മോർട്ടാലിറ്റി കാണിക്കുന്നത്. ഇനി എക്കണോമിക്സിലെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മൾ പറഞ്ഞ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റും മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റും സോഷ്യൽ പ്രോഗ്രഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതായത് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റും മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റും കുറയുകയാണെങ്കിൽ ആ ഒരു സൊസൈറ്റി ഡെവലപ്പ് ആവുന്നുണ്ട്, ആ ഒരു സൊസൈറ്റി ഡെവലപ്ഡ് ആവുന്നുണ്ട് എന്നുള്ള രൂപത്തിലാണ് നമുക്ക് പറയാൻ സാധിക്കുക. അതിനപ്പുറത്തേക്ക് നമുക്ക് ഈ ഏരിയയിൽ നോക്കേണ്ട ആവശ്യമില്ല. ഈ ഇക്വേഷൻസ്, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റിന്റെ ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഡെത്ത് ഓഫ് ഇൻഫൻസ് ബിലോ ഏജ് 1 ഇൻ ഇയർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ലൈവ് ബേർത്ത് ഇൻ ദാറ്റ് ഇയർ എന്നുള്ളതാണ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റിന്റെ. ഇനി ഏജ് സ്ട്രക്ചർ ആണ്. ഏജ് സ്ട്രക്ചർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോപ്പുലേഷൻ, ഡിഫറെന്റ് ഏജസിലെ പോപ്പുലേഷൻ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഏജ് സ്ട്രക്ചർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നോർമലി ഇന്ത്യയിൽ നമുക്ക് ലൈസൻസ് ഒക്കെ കിട്ടണമെങ്കിൽ 18 വയസ്സാവും അല്ലെ. അപ്പൊ അതൊരു ഏജ് സ്ട്രക്ചർ ആണ്. 0 to 18 നിർബന്ധമായിട്ടും ഒരാൾക്ക് വിദ്യാഭ്യാസം കിട്ടിയിരിക്കണം. 18 മുതൽ 60 വയസ്സ് വരെയാണ് ജോലി ചെയ്യുന്ന സമയം, 60 റിട്ടയർഡ് ആവും നോർമലി. അപ്പൊ ഈ ഒരു കേസ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഏജ് സ്ട്രക്ചർ ആണ് ലേബർ സപ്ലൈ, സ്കൂൾ റിട്ടയർമെന്റ്, ഹെൽത്ത് എക്സ്പെൻഡിച്ചർ, സേവിംഗ് ബിഹേവിയർ, പെൻഷൻ, ബേർഡിന്, ഇക്കണോമിക് ഗ്രോത്തിന്റെ ബേസ് ഒക്കത്തിനെയും ബാധിക്കുന്നത്. നമ്മൾ നോർമലി 3 തരത്തിലാണ് ഏജിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന്, ചിൽഡ്രൻ ആൻഡ് യങ് ഡിപ്പെൻഡൻസ്. യൂഷ്വലി ഒരു 14 വയസ്സ് വരെയാണ് നമ്മൾ ചിൽഡ്രനും യങ് ഡിപ്പെൻഡൻസും ആയിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്താറുള്ളത്. വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ ആണെങ്കിൽ യൂഷ്വലി 15 മുതൽ 59 വരെയാണ്, അല്ലെങ്കിൽ 15 മുതൽ 64 വരെയാണ്. രണ്ടും നമ്മൾ പറയാറുണ്ട് വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ ആണെങ്കിൽ. എൽഡർലി പോപ്പുലേഷൻ ആണെങ്കിൽ
60 മുതൽ 65 വയസ്സ് വരെ അങ്ങ് മുകളിലേക്കുള്ളതാണ്. ഇനി ചിൽഡ്രൻ, ഒരു കൺട്രിയിൽ ചിൽഡ്രൻ ഏജ് കൂടുതലാണെങ്കിൽ, ഒരുപാട് ചിൽഡ്രൻ ഉള്ള ഒരുപാട് എന്താ പറയുക ചെറിയ കുട്ടികൾ ഉണ്ടെങ്കിൽ യങ് ഏജ് സ്ട്രക്ചർ ആയിരിക്കും. അപ്പൊ അത് ഹൈ ഫെർട്ടിലിറ്റി ഡെവലപ്പിംഗ് കൺട്രീസിലായിരിക്കും ഉണ്ടാവുക യങ് ഏജ് സ്ട്രക്ചർ ഉണ്ടാവുക. ചൈൽഡ് ഡിപ്പെൻഡൻസി ഉണ്ടാവും. അതായത് വർക്കിംഗ് പോപ്പുലേഷൻ കുറവും അതുപോലെ തന്നെ ചൈൽഡ് പോപ്പുലേഷൻ കൂടുതലായിരിക്കും. ചില കൺട്രീസിൽ എൽഡർലി പോപ്പുലേഷൻ ആണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ അത് ഏജിങ് പോപ്പുലേഷൻ ആണ്. അതായത് പെൻഷന്, ഹെൽത്ത് കെയർ, ലോങ് ടേം കെയർ പോലുള്ള കേസുകൾ നമുക്ക് ആ ഒരു സൊസൈറ്റി, അപ്പൊ ഏജിങ് പോപ്പുലേഷനും ഉണ്ട് യങ് ഏജ് സ്ട്രക്ചറും ഉണ്ട് അല്ലെ. യങ് ഏജ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ 0 to 14 വരെയുള്ള ആളുകളെയാണ് നമ്മൾ യങ് ഏജ് പോപ്പുലേഷൻ എന്ന് പറയുക. ഏജിങ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 60ഉം 65ന്റെയും മുകളിലുള്ള ആളുകളെയാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഡിപ്പെൻഡൻസി റേഷ്യോ. ഡിപ്പെൻഡൻസി റേഷ്യോ എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ ഉണ്ട്. ഈ വർക്കിംഗ് ഏജ് പോപ്പുലേഷനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകൾ, ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്ന ആളുകളെയാണ് നമ്മൾ ഡിപ്പെൻഡൻസി റേഷ്യോ കൊണ്ട് മെഷർ ചെയ്യാറുള്ളത്. ഡിപ്പെൻഡൻസി റേഷ്യോ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ ഏജ്ഡ് ബിറ്റ്വീൻ 0 and 40 പ്ലസ് പോപ്പുലേഷൻ ഏജ്ഡ് 60 or 65 ഡിവൈഡഡ് ബൈ population aged to 50 or 59 or 15 or 64 into 100. ഇതാണ് നോർമലി നമ്മൾ ഡിപ്പെൻഡൻസി റേഷ്യോനെ കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്. ഡിപ്പെൻഡൻസി റേഷ്യോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ ആണ്. അവരുടെ ഇപ്പൊ നമ്മൾ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുന്നത്, ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതൊക്കെ നോർമലി ഒന്നെങ്കിൽ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയായിരിക്കും, അല്ലെങ്കിൽ എന്തുണ്ടാവും, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും, നമ്മുടെ ഫാമിലി തരുന്ന, നമ്മുടെ വീട്ടുകാർ തരുന്ന ഒരു പൈസ ഉണ്ടാവും. അപ്പൊ ഏത് കേസ് ആണെങ്കിലും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ, നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, സൊസൈറ്റിയെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഡിപ്പെൻഡൻസി റേഷ്യോ ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത് പോപ്പുലേഷൻ ഓഫ് 0 to 14 പ്ലസ് പോപ്പുലേഷൻ ഏജ്ഡ് 16. ഈ രണ്ട് പോപ്പുലേഷനും ആണ് എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്ന പോപ്പുലേഷൻ. ഇത് യങ് പോപ്പുലേഷൻ ആണ്, യങ് അല്ല ചൈൽഡ് പോപ്പുലേഷൻ ആണ്. ഇത് ചൈൽഡ് പോപ്പുലേഷൻ ആണ്. പോപ്പുലേഷൻ ഏജ്ഡ് 60 or 65 എന്താണ്, ഇത് ഓൾഡ് പോപ്പുലേഷൻ ആണ്, ഓൾഡ് പോപ്പുലേഷൻ. അപ്പൊ ചൈൽഡ് പോപ്പുലേഷനും ഓൾഡ് പോപ്പുലേഷനും ഡിവൈഡഡ് ബൈ നമ്മൾ പറയുന്ന വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ചൈൽഡ് ഡിപ്പെൻഡൻസി റേഷ്യോവും ഓൾഡ് ഡിപ്പെൻഡൻസി റേഷ്യോവും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അടുത്തൊരു കോൺസെപ്റ്റ് ആണ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്നുള്ളത്. ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഇക്കണോമിക് ബെനിഫിറ്റ്. ഒരു കൺട്രി അതിന്റെ വർക്കിംഗ് ഏജ്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അളവ് കൂടുമ്പോൾ ആ കൺട്രിക്ക് ലഭിക്കുന്ന ഒരു ഗുണത്തെയാണ് നമ്മൾ എന്ത് പറയാ, ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ വിൻഡോ ഓഫ് ഓപ്പർച്യൂണിറ്റി എന്നും കൂടി പറയാറുണ്ട്. ഡെമോഗ്രാഫിക് ട്രാൻസിഷന് കാരണമാകുന്ന വിൻഡോ ഓഫ് ഓപ്പർച്യൂണിറ്റി എന്ന് കൂടി പറയാറുണ്ട്. അതായത് ഫെർട്ടിലിറ്റി കുറയുകയും ഒരു സ്പെസിഫിക് ടൈം, നമ്മുടെ ഒരു ഇക്കണോമിക് ഗ്രോത്തിന്റെ ഒരു സ്പെസിഫിക് ടൈമിൽ എന്ത് ചെയ്യും, ഫെർട്ടിലിറ്റി കുറയുകയും ഒരുപാട് സമയം കഴിഞ്ഞാൽ പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ആ ഒരു സൊസൈറ്റിയിൽ ചിൽഡ്രന്റെ അളവ് കുറയും. പക്ഷെ അതേസമയം വർക്കിംഗ് ഏജസ് ആയിട്ടുള്ള, വർക്കിംഗ് ഏജസ് നമ്മൾ എത്രയാ പറഞ്ഞത്, നമ്മൾ നോർമലി ഇന്ത്യയിലേക്ക് ഒരു കേസ് എടുക്കുകയാണെങ്കിൽ 18 മുതൽ 60 വയസ്സ് വരെയാണ് എന്ത് വർക്കിംഗ് ഏജ് എന്നുള്ളത്. അപ്പൊ ഈ വർക്കിംഗ് ഏജ് ഉള്ള ആളുകൾ, ഈ 18 മുതൽ 60 വയസ്സ് വരെയുള്ള ആളുകളുടെ അളവ് കൂടുതലാണെങ്കിൽ അതൊരു ഫേവറബിൾ കണ്ടീഷൻ ആണ് അല്ലെ. ഈ ആളുകളാണ് വർക്ക് ചെയ്തിട്ട് ഇക്കണോമിക് ഗ്രോത്തും ഇക്കണോമിക് ഡെവലപ്മെന്റും സ്റ്റേബിൾ പ്രൊഡക്ടിവിറ്റിയും ഒക്കെ ഉണ്ടാക്കുന്ന ലേബർ ഫോഴ്സ് ആണ്. ഇതിനെയാണ് നമ്മൾ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയാ. ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ളതല്ല, ഒരു ഓട്ടോമാറ്റിക് പ്രോസസ് അല്ല, അതൊരു പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ആണ്, അതൊരു ഗ്യാരണ്ടീഡ് ഔട്ട്കം അല്ല. അപ്പൊ നമ്മുടെ നാട്ടില് 1 കോടി ആളുകളുണ്ട് എന്ന് ആലോചിച്ചോളൂ. 1 കോടി ആളുകളുണ്ട്. ഈ 1 കോടി ആളുകൾ മതത്തിന്റെയും ജാതിയുടെയും ഒക്കെ പേരിൽ അടിപിടി ഉണ്ടാക്കി നടക്കുന്ന 1 കോടി ആളുകളാണെങ്കിൽ നമുക്ക് വല്ല കാര്യമുണ്ടോ? ഇല്ല. ഈ 1 കോടി ആളുകള് മതത്തിനും ജാതിക്കും ഒക്കെ അപ്പുറത്തേക്ക് ചിന്തിക്കുകയും
ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും, ആ സൊസൈറ്റിക്ക് പുരോഗതി ഉണ്ടാവും. അപ്പൊ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാല് മസ്റ്റായിട്ടും നിർബന്ധമായിട്ടും അത് നിർബന്ധമായിട്ടും അത് ഒരു ഡിവിഡൻഡ് ആവണം എന്നില്ല, ഒരു ഡിവിഡൻഡ് തന്നെ ആവണം എന്നില്ല. അതെന്താവാം, ചിലപ്പോ അത് നഷ്ടവുമാവാം എന്നുള്ളതാണ്. ഓക്കെ, ഗ്രോവിംഗ് വർക്ക് പോപ്പുലേഷൻ നല്ല ഹെൽത്തി ആണെങ്കിൽ, എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ, പ്രൊഡക്റ്റീവ്ലി എംപ്ലോയിഡ് ആണെങ്കിൽ ഔട്ട്പുട്ട് റൈസ് ചെയ്യും. ഔട്ട്പുട്ട് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ സേവിങ് റൈസ് ചെയ്യും, ടാക്സ് റവന്യൂ റൈസ് ചെയ്യും, ഇക്കോണമി എന്ത് ചെയ്യും, വളരെയധികം സ്പീഡിൽ ഡെവലപ്ഡ് ആയിട്ട് മാറും, വളരെയധികം സ്പീഡിൽ എന്ത് ചെയ്യും, ഡെവലപ്ഡ് ആയിട്ട് മാറും. അപ്പൊ ഇതിനെയാണ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുക. ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ഏജ് പോപ്പുലേഷനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയുള്ളതാണ് ലൈഫ് ടേബിൾ. ലൈഫ് ടേബിൾ എന്ന് പറഞ്ഞാല് ഡെമോഗ്രഫിയിലും ആക്ച്വറിയൽ സയൻസിലും ഒക്കെ നമ്മൾ പഠിക്കുന്ന ഒരു ഒരു സംഭവമാണെന്ത്, ലൈഫ് ടേബിൾ എന്നുള്ളത്. ഇതൊരു ടേബുലാർ റെപ്രസെന്റേഷൻ ആണ്. മോർട്ടാലിറ്റി, ഒരു പോപ്പുലേഷന്റെ മോർട്ടാലിറ്റിയെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേബുലാർ റെപ്രസെന്റേഷൻ ആണ് എന്ത്, ലൈഫ് ടേബിൾ എന്നുള്ളത്. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ലൈഫ് ടേബിൾ, ലൈഫ് ഹിസ്റ്ററി, ഒരു പേഴ്സന്റെ ലൈഫ് ഹിസ്റ്ററി, എസ്പെഷ്യലി ഹെൽത്ത് ഹിസ്റ്ററി, അതായത് ഒരു പേഴ്സന്റെ കംപ്ലീറ്റ് ഹെൽത്ത് ഹിസ്റ്ററി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലൈഫ് ടേബിൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ സർവൈവൽ, മോർട്ടാലിറ്റി, ലൈഫ് എക്സ്പെക്ടൻസി ആൻഡ് പ്രോബബിലിറ്റി ഓഫ് ഡെത്ത്സ് അറ്റ് ഡിഫറെന്റ് ഏജസ്. ഓരോ ഏജസിലെയും ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകളുടെ പ്രോബബിലിറ്റീസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈഫ് ടേബിൾ യൂസ് ചെയ്യാറുള്ളത്. ഇനി ലൈഫ് ടേബിൾ ഇമ്പോർട്ടന്റ് ആണ്, കാരണം ക്രൂഡ് ഡെത്ത് റേറ്റ് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ക്രൂഡ് ഡെത്ത് റേറ്റ് മാത്രം യൂസ് ചെയ്തിട്ട് നമുക്കൊരു സൊസൈറ്റിയുടെ എത്രത്തോളം ആ സൊസൈറ്റി ഡെവലപ്ഡ് ആണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് ഏജ് സ്പെസിഫിക് ആയിട്ടുള്ള ഡാറ്റ വേണം. അപ്പൊ ഈ ഏജ് സ്പെസിഫിക് ആയിട്ടുള്ള ഡാറ്റ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി നമ്മൾ യൂസ് ചെയ്യുക ലൈഫ് ടേബിൾ ആണ്. കാരണം എന്ത് ചെയ്യും, ഏജിനനുസരിച്ച് മോർട്ടാലിറ്റി മാറും അല്ലെ. അതായത് 1000 അല്ലെങ്കിൽ നോർമലി നമ്മളിത് കൺസിഡർ ചെയ്യാറുള്ളത് 1,00,000 ന്യൂ ബോൺസിനെ നമ്മൾ എടുക്കും, 1,00,000 ന്യൂ ബോൺസിനെ. ഇനി ഈ 1,00,000 ന്യൂ ബോൺസ് ഏജ് 1 എത്ര പേര് സർവൈവ് ചെയ്യും, ഏജ് 5 എത്ര പേര് സർവൈവ് ചെയ്യും, ഏജ് 60 എത്ര പേര് സർവൈവ് ചെയ്യും, ഏജ് 80 എത്ര പേര് സർവൈവ് ചെയ്യും. ഇതാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, നമ്മൾ ലൈഫ് ടേബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് എ പേഴ്സൺ ഏജ്ഡ് 30 വിൽ ഡൈ ബിഫോർ റീച്ചിങ് ഏജ് 31, അല്ലെങ്കിൽ ഹൗ മെനി ഇയേഴ്സ് ഓഫ് ദ ലൈഫ് ക്യാൻ എ പേഴ്സൺ ഏജ്ഡ് 40 എക്സ്പെക്ട് ടു ലീവ് ഓൺ ആൻ ആവറേജ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ലൈഫ് ടേബിളിൽ നമ്മൾ കൊടുക്കുന്നത്. ലൈഫ് ടേബിളിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന് എക്സ്, ഇതാണ് കേട്ടോ എക്സാമിന് ചോദിക്കുക. ഈ ഏരിയാസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ലൈഫ് ടേബിളിൽ എക്സ് എന്നുണ്ട്. എക്സ് എന്ന് പറഞ്ഞാൽ എക്സാക്ട് ഏജ് ഓർ ഏജ് ഇന്റർവെൽ. എക്സാക്ട് ഏജ് ഓർ ഏജ് ഇന്റർവെൽ. ഇപ്പൊ എന്റെ ഏജ് 26 എന്റെ ഏജ്. അപ്പൊ 26 എന്നുള്ളത് നമ്മൾ പറയുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എക്സാക്ട് ഏജ് ഓർ ഏജ് ഇന്റർവെൽ എന്ന് പറയാം. ഇനി IX എന്നാണെങ്കിലോ, നമ്പർ ഓഫ് പേഴ്സൺ ലിവ് അറ്റ് എക്സാക്ട് ഏജ് ഔട്ട് ഓഫ് ഒറിജിനൽ കൊഹോട്ട്. അതായത് ആ ഒരു മനുഷ്യൻ 60 വയസ്സ് വരെ ജീവിക്കും എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ, LX എന്ന് പറയാം. ഇനി DX എന്ന് പറയുകയാണെങ്കിലോ, നമ്പർ ഓഫ് പേഴ്സൺ ഡൈങ് ബിഫോർ എക്സ് ആൻഡ് X+N. അതായത് നമ്മൾ ഒരു മനുഷ്യൻ 60 വയസ്സിൽ മരിക്കുകയാണ്, അപ്പൊ നമ്മൾ N എന്ന് പറയുന്ന നമ്പർ കൂടി മേ ബി 5 എന്ന് പറയാം, 5. അപ്പൊ ഈ 65 വയസ്സിന് മുമ്പ് മരിക്കാൻ സാധ്യതയുള്ളത്. ഇനി PX എന്ന് പറഞ്ഞാലോ, പ്രോബബിലിറ്റി ഓഫ് സർവൈവിങ് ഫ്രം ഏജ് എക്സ് ടു ഏജ് X+N. അപ്പൊ 60-ാമത്തെ വയസ്സിൽ അയാൾക്ക് രോഗം വന്നിട്ടുണ്ട്, അപ്പൊ 60 മുതൽ 70 വയസ്സ് വരെ അയാൾ സർവൈവ് ചെയ്യാനുള്ള സാധ്യതയാണ് നമ്മൾ പ്രോബബിലിറ്റി PX എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി LX ഉണ്ട്, പേഴ്സൺ ഇയർ ലീവ്ഡ് ബിറ്റ്വീൻ എക്സ് ആൻഡ് X+N. എക്സിന്റെയും X+N-ന്റെയും ഇടയിൽ ജീവിക്കാനുള്ള കപ്പാസിറ്റിയാണ് LX എന്ന് പറയാ. TX എന്ന് പറഞ്ഞാലോ, ടോട്ടൽ പേഴ്സൺസ് ഇയർ
റിമൈനിങ് ടു ബി ലീവ്ഡ് ബിയോണ്ട് ഏജ് എക്സ്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ടി എക്സ് എന്ന് പറയാ. ഇനി ഇ എക്സ് ആണെങ്കിലോ, എക്സ്പെക്ടേഷൻ ഓഫ് ലൈഫ് ആൻഡ് ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ഏജ് എക്സ്. ഏജ് എക്സിൽ വരുന്ന ലൈഫ് ഓർ ലൈഫ് എക്സ്പെക്ടൻസി. ഏജ് എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? കറന്റ് ഏജ് ആണ് എന്ത്, എക്സ് എന്നുള്ളത്. അപ്പൊ ഇത് ഓരോന്നും എന്താണ്? എക്സ് എന്താണ്, എൽ എക്സ് എന്താണ്, ഡി എക്സ് എന്താണ്, ക്യു എക്സ് എന്താണ്, പി എക്സ് എന്താണ്? ഇതിനൊരു ചാർട്ട് ഞാൻ എന്ത് ചെയ്യണ്ടേ, ഗ്രൂപ്പിൽ ഇടണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കാണാതെ പഠിച്ചു വെക്കണം. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അത് കാണാതെ പഠിച്ചു വെക്കണം. ഓക്കെ, ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിൽ നിന്ന് കാണാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഇനി ഇത്ര ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുള്ളൂ. ഇനി നമുക്ക് നിങ്ങൾ ഓരോന്നിനെയും ആൻസർ പറഞ്ഞു നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ബെസ്റ്റ് എക്സ്പ്ലെയിൻസ് വൈ ക്ലീൻ എയർ ഈസ് ഓഫൻ ട്രീറ്റഡ് ആസ് എ പബ്ലിക് ഗുഡ്? ഇത് നമ്മൾ നേരത്തെ എടുത്ത ഫസ്റ്റ് സെഷനിൽ എടുത്ത ഏരിയയിൽ നിന്നുള്ളതാണ്. നിങ്ങൾ അറിയാത്തവരും ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കൂ. എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അറ്റ്ലീസ്റ്റ്. വളരെ സിമ്പിൾ ആണ് അല്ലെ? നോൺ ട്രൈബലും നോൺ എക്സ്ക്ലൂഡബിളും ആയിരിക്കും. അത് നോർമലി നമ്മൾ പറയാറുള്ള ഒരു വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എൻവിയോൺമെന്റൽ എക്കണോമിക്സ് മാർക്കറ്റ് ഫെയിലിയർ ബേസിക്കലി എന്തുകൊണ്ടാണ് വരുന്നത്? യെസ്, എക്സ്റ്റേണൽ കോസ്റ്റ്സ് ആർ നോട്ട് റിഫ്ലക്റ്റഡ് ഇൻ ദ മാർക്കറ്റ് പ്രൈസ്. അതിനൊക്കെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി അക്കോർഡിംഗ് ടു കോസ്റ്റ് തിയറം, an efficient solution of externality problem can be reached through bargaining if. ഏതാണ്? Property rights are clearly defined and transaction costs are negligible. Any, if a polluting firm ignores the harm caused by nearby residents, then ഏതാണ്? പൊല്യൂട്ടിംഗ് ഫേംസ് ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ സോഷ്യൽ മാർജിനൽ കോസ്റ്റ് എന്ത് ചെയ്യും? പ്രൈവറ്റ് മാർജിനൽ കോസ്റ്റിനേക്കാൾ എക്സീഡ് ചെയ്യും. സോഷ്യൽ മാർജിനൽ കോസ്റ്റ് നമ്മൾ എങ്ങനെയാ പറഞ്ഞത്? സോഷ്യൽ മാർജിനൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു പ്രൈവറ്റ് മാർജിനൽ കോസ്റ്റ് പ്ലസ് ദെൻ മാർജിനൽ എക്സ്റ്റേണൽ കോസ്റ്റ്. ഇതിനെയാണ് നമ്മൾ സോഷ്യൽ മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ സോഷ്യൽ മാർജിനൽ കോസ്റ്റ് എന്ത് ചെയ്യും? പ്രൈവറ്റ് മാർജിനൽ കോസ്റ്റിനേക്കാൾ എക്സീഡ് ചെയ്യും എന്നുള്ളതാണ്. ഇനി which of the following is the best example of common property resource rather than a pure public good? കോമൺ പ്രോപ്പർട്ടി റിസോഴ്സസിന്റെ പ്രത്യേകത എന്താണ്? റൈവൽ ആയിരിക്കും ബട്ട് നോൺ എക്സ്ക്ലൂഡബിൾ ആയിരിക്കും. റൈവലും നോൺ എക്സ്ക്ലൂഡബിളും ആയിട്ടുള്ളത് ഏതാണ്? ഓസോൺ ലെയർ പ്രൊട്ടക്ഷൻ വരുമോ?
റൈവൽ എന്ന് പറഞ്ഞത് നമ്മുടെ ഒരു കൺസംഷൻ മറ്റൊരാളെ തടയണം. യെസ്, ഓപ്പൺ ആക്സസ് ഫിഷറിയാണ് അല്ലെ? ഓപ്പൺ ആക്സസ് ഫിഷറിയാണ്. ഓപ്പൺ ആക്സസ് ഫിഷറിയാണ്. ഇനി ഫ്രീ റൈഡർ പ്രോബ്ലം ഈസ് മോസ്റ്റ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത്. ഫ്രീ റൈഡർ പ്രോബ്ലം ഈസ് മോസ്റ്റ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത്. യെസ്, പബ്ലിക് ഗുഡുമായി ബന്ധപ്പെട്ടാണ്. ഇനി which of the following is not a realistic limitation of the cost theorem in environmental policy? ഏതാണ്? ഹൈ ട്രാൻസാക്ഷൻ കോസ്റ്റ് ആണോ? പെർഫെക്റ്റ് ബാർഗെയിനിങ് ഇൻ ഗ്ലോബൽ ക്ലൈമറ്റ്. എന്തുകൊണ്ടാണ്? ഒന്ന്, നമ്മൾ പറഞ്ഞു കോസ്റ്റ് തിയറം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ ഒരു ഗ്ലോബൽ കണ്ടീഷനിൽ നമ്മൾ ക്ലൈമറ്റ് നെഗോസിയേഷൻ നടത്തുകയാണെങ്കിലുള്ള പ്രശ്നം എന്താണ്? ഒരുപാട് കൺട്രീസ് ഉണ്ടാവും, കോൺഫ്ലിക്റ്റിംഗ് ഇൻട്രസ്റ്റ്സ് ഉണ്ടാവും. ട്രാൻസാക്ഷൻ കോസ്റ്റ് നോർമലി കോസ്റ്റ് തിയറത്തിന്റെ കേസിൽ എന്തായിരിക്കണം? അത് 0 ആയിരിക്കണം, അല്ലെങ്കിൽ നിയർ ടു 0 ആയിരിക്കണം. പക്ഷെ ഒരു ഗ്ലോബൽ ക്ലൈമറ്റ് നെഗോസിയേഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് ട്രാൻസാക്ഷൻ കോസ്റ്റ് 0 ആവുമോ? ഇല്ല, ഹൈ ട്രാൻസാക്ഷൻ കോസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഫ്രീ റൈഡർ ഇൻസെന്റീവ്സ് ഉണ്ടാവും. ഓക്കെ, ബാക്കി ഞാൻ എന്ത് ചെയ്യാം, PPT ആയിട്ട് ഷെയർ ചെയ്യാം. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ നോക്കേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതുവരെയും ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. നമ്മളെ ടഫ് ആക്കുന്ന കൊടുക്കുന്ന ഒരു ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടില്ല. അതന്നെ മൈക്രോ എക്കണോമിക്സിനോടും പബ്ലിക് എക്കണോമിക്സിനോടും ഒക്കെ ഓവർലാപ്പ് ചെയ്യുന്ന കുറെ ക്വസ്റ്റ്യൻസും ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ?